വിഭാഗങ്ങളും എല്ലാം ഈ സഭയിലെ ക്രിസ്ത്യാനികളുമായി ബന്ധപ്പെടുകയും അവരുടേതായ ഓരോ ഭാഗങ്ങൾ ഇന്ന് ഈ കേരളത്തിൽ നമുക്ക് കാണാവുന്നതുമാണ്. നമുക്ക് യാക്കോബായ വിഭാഗം, ഓർത്തഡോക്സ് വിഭാഗം എന്ന നിലയിൽ പരസ്പരം പോരടിക്കുന്ന മലങ്കര സഭയെക്കുറിച്ചാണല്ലോ മനസ്സിലാക്കാനുള്ളത്. ഞാൻ അതിലേക്ക് കടന്നു വരികയാണ്. ഈ സഭ വാസ്തവത്തിൽ കൂനൻ കുരിശ് സത്യത്തിന് ശേഷമാണ് സ്വതന്ത്രമായ ഒരു നിലപാട് ആഗ്രഹിച്ചത് എന്ന് നമുക്ക് ലഭ്യമായ ചരിത്രം കൂടെ മനസ്സിലാകും. 1653 കൂനൻ കുരിശ് സത്യം നടന്നത്. അന്ന് രാജകീയമായ ഭരണാധികാരത്തോടു കൂടി നമ്മെ ഭരിച്ചിരുന്ന, ഈ സഭയിൽ പ്രവർത്തിച്ചിരുന്ന റോമൻ കത്തോലിക്ക സഭയിൽ നിന്ന് സ്വാതന്ത്ര്യം ആഗ്രഹിച്ച ഒരു വിഭാഗം പിതാക്കന്മാർ ആ കൂനൻ കുരിശ് സത്യം നടത്തിയാണ് അവിടെ നിന്ന് പുറത്തിറങ്ങിയത്. അങ്ങനെ പുറത്തിറങ്ങിയ ആ വിഭാഗത്തിന് നേതൃത്വം കൊടുക്കുവാൻ ഒരു ബിഷപ്പിനെയും അന്ന് അവർക്ക് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് ഒരു പൗരോഹിത്യ അധിഷ്ഠിതമായ ഈ സഭയിൽ ഒരു മെത്രാപ്പൊലിത്ത് അല്ലെങ്കിൽ എപ്പിസ്കോപ്പായുടെ സാന്നിധ്യം കൂനൻ കുരിശ് സത്യം ചെയ്ത് പുറത്തു വന്ന ആളുകൾക്ക് ലഭിച്ചില്ല. അതുകൊണ്ട് 12 വൈദികർ ചേർന്ന് ഒരു സ്ഥാനിയെ ഉയർത്തുകയാണ് ചെയ്തത്. അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ഒരു കാലത്ത് ജാതിക്ക് തലവൻ, അർക്കദിയാക്കോൻ എന്നുള്ള പേരുകളൊക്കെ വന്ന് ഇപ്പോൾ ഏറ്റവും അവസാനമായി മലങ്കര മെത്രാപ്പൊലീത്ത എന്ന പദവിയിലേക്ക് ഈ സ്ഥാനി ഉയർന്നിരിക്കുകയാണ്. ഇതെല്ലാം അതിൻ്റെ വളർച്ചയുടെ ചില പടവുകൾ മാത്രമാണ്. ഇപ്പോൾ മലങ്കര മെത്രാപ്പൊലീത്ത എന്നറിയുന്ന ആ സ്ഥാനികളൊക്കെ നേരത്തെ ആ നിലയിൽ അറിയപ്പെട്ടിരുന്നില്ല. ഇനി കൂനൻ കുരിശ് സത്യത്തിന് ശേഷം അങ്ങനെ ഒരു എപ്പിസ്കോപ്പൽ സ്ഥാനം ഉള്ള ഒരാള് ആ വിശ്വാസികൾക്ക് സഹായിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് 12 വൈദികർ ചേർന്ന് ഒന്നാം മർത്തോമ എന്ന പേരിൽ അവർക്കൊരു തലവനെ വാഴിച്ചത്. മർത്തോമ എന്ന പേര് കൊടുക്കാൻ തന്നെ കാരണം മാർത്തോമ ശ്ലീഹായുടെ പിൻഗാമികളാണ് ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ എന്ന് അവർ വിശ്വസിച്ചിരുന്നതിനെ ഉറപ്പിക്കാൻ വേണ്ടിയും കൂടിയാണ്. അങ്ങനെ 1-ാം മർത്തോമ മുതൽ 8-ാം മർത്തോമ വരെ വാഴിക്കപ്പെട്ടു. അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ഇവിടെ ഈ കൂനൻ കുരിശ് സത്യം നടത്തി വേർപെട്ടു പോയ ഈ വിഭാഗത്തെ കൈവെപ്പില്ലാത്ത, പൗരോഹിത്യം ലഭിക്കാത്ത ഒരു വിഭാഗമെന്ന് കത്തോലിക്ക സഭയും മറ്റും ആക്ഷേപിച്ചിരുന്നത് കൊണ്ട്, അതിലെ ആളുകൾക്കും ചെറിയ സംശയം ഉള്ളിൽ തോന്നിയിരുന്നത് കൊണ്ട് എങ്ങനെയും ന്യൂനതയില്ലാത്ത ഒരു കൈവെപ്പ് കിട്ടിയേ മതിയാവൂ എന്നവർ ചിന്തിച്ചു, അവരാഗ്രഹിച്ചു. അതിന് അവർക്കൊരു സൗകര്യം ഉണ്ടാവുകയും ചെയ്തു. ആയിരത്തി 1665 വടക്കൻ പറവൂർ പള്ളിയിൽ കബറടങ്ങിയ അബ്ദുൽ ജലീൽ എന്ന് വിളിക്കുന്ന ആ പിതാവ് ഇവിടെ വരികയും പൗരോഹിത്യത്തിൻ്റെ ന്യൂനതയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് തീർക്കുകയും ചെയ്തതോടുകൂടി മലങ്കര സഭ ആ കാര്യത്തിലും പൂർണ്ണ സന്തോഷവതിയായി. ഈ സഭയ്ക്ക് ഒരു മെത്രാപ്പൊലീത്തയെ ഉണ്ടായിരുന്നുള്ളൂ. മലങ്കര സഭ മുഴുവനെയും ഭരിച്ചിരുന്നത് മലങ്കര മെത്രാപ്പൊലീത്ത എന്ന സ്ഥാനിയാണ്. ഈ മലങ്കര മെത്രാപ്പൊലീത്തയെ മലങ്കര പള്ളി പ്രതിപുരുഷ യോഗം ചേർന്ന് തിരഞ്ഞെടുക്കും. അങ്ങനെ തിരഞ്ഞെടുത്ത് കിട്ടിയാൽ അദ്ദേഹത്തിന് കൈവെപ്പ് കൊടുക്കുവാൻ, നമുക്ക് കൈവെപ്പ് കൊടുക്കാൻ അധികാരമുള്ള ആളുകളെ ആവശ്യമുണ്ട്. പലരെയും നമ്മൾ സമീപിച്ചിട്ടുണ്ട്. ഈ കൈവെപ്പ് സ്വീകരിച്ചു എന്നുള്ളത് ഒരിക്കലും ഒരു ഭരണാധികാരമായിട്ട് മാറുകയില്ല. മറ്റ് കൂദാശകൾ പോലെ ഒരു കൂദാശയാണ് പട്ടത്വം എന്ന് പറയുന്നത്.
ഞാനൊരു വൈദികനാണ്, എനിക്കൊരാൾക്ക് പട്ടം കൊടുക്കുവാനുള്ള അവകാശമില്ല. ഒരു കുഞ്ഞിനെ മാമോദീസ മുക്കുക, അതൊരു കൂദാശയാണ്. ഒരു വിവാഹം നടത്തി കൊടുക്കാം. ഒരു കുട്ടിയെ മാമോദീസ മുക്കി എന്നുള്ളത് കൊണ്ട് ഒരധികാരവും എനിക്ക് അവരുടെ മേൽ കിട്ടാനില്ല. മറ്റൊരു ഇടവകയിൽപ്പെട്ട ആളാണെങ്കിൽ അവർ ആ ഇടവകയിലായിരിക്കും പ്രവർത്തിക്കുന്നത്. അതുപോലെ നമ്മുടെ നാട്ടിൽ കുന്നംകുളത്തിനടുത്ത് തൊഴിയൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു സ്വതന്ത്ര സഭയാണ് തൊഴിയൂർ സ്വതന്ത്ര സുറിയാനി സഭ. അവർക്ക് മെത്രാപ്പൊലീത്തമാരെ വാഴിച്ചു കൊടുക്കുന്നത് മറ്റ് കൈവെപ്പുള്ള സഭകളിലെ മെത്രാപ്പൊലീത്തമാരാണ്. അവർ പട്ടത്വം സ്വീകരിച്ചു എന്നാൽ അവരുടെ സഭ ഭരിക്കുന്നത് ആ മെത്രാപ്പൊലീത്തയാണ്. ആ മെത്രാപ്പൊലീത്തയുടെ മേലിലോ ആ സഭയിലോ അവർക്ക് മറ്റധികാരങ്ങളൊന്നുമില്ല. അങ്ങനെ പട്ടത്വത്തിന് വേണ്ടി പലരെയും സമീപിച്ചു നമ്മൾ. അലക്സാണ്ട്രിയൻ സഭയും അതുപോലെ മറ്റ് പല സഭകളും ഈ അവസരത്തിൽ നമ്മെ സഹായിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും മുൻപന്തിയിലും ഏറ്റവും അടുത്തും വന്നൊരു സഭയാണ് അന്ത്യോക്യൻ സഭ. അന്ത്യോക്യയിലെ പാത്രിയർക്കീസ് ബാവ ഒരു മലയാളിക്ക്, മലങ്കര സഭയിൽപ്പെട്ട ഒരാൾക്ക് മെത്രാപ്പൊലീത്ത സ്ഥാനം കൊടുക്കുന്നത് നിങ്ങൾ ഓർക്കണം 1842 ആദ്യമായി നാട്ടിൽ ഒരു മലയാളി മെത്രാപ്പൊലീത്തയാകുന്നത് അങ്ങനെയാണ്. അതുവരെ ഇവിടെ വന്നിട്ടുള്ള മെത്രാപ്പൊലീത്തന്മാരെല്ലാം വിദേശീയരാണ്. അവർ വന്ന് അവരുടേതായ രീതിയിലുള്ള ഭരണമൊക്കെ നടത്തിയിരുന്നെങ്കിലും നമ്മുടെ പിതാക്കന്മാർക്ക് ഈ സഭ സ്വതന്ത്രമായി നിന്ന് വളരണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിച്ചത്. അതിനാണ് നമ്മൾ പലരെയും സമീപിച്ചത്. പക്ഷേ അത് പലപ്പോഴും വീണ്ടും അടിമത്തത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നാക്കി എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. ഇത്രയും പറഞ്ഞതിൽ നിന്ന് മലങ്കര സഭയുടെ ആദ്യകാലത്തെ ഒരു സ്ഥിതി നമുക്ക് വ്യക്തമാകും. ആദ്യമായി വാഴിക്കപ്പെട്ട ആ മെത്രാച്ചൻ പാലക്കുന്നത്ത് മാത്യൂസ് മാർ അത്താനാസ്യോസ് എന്ന തിരുമേനിയാണ്. അദ്ദേഹം പിന്നീട് മാർത്തോമാ സഭയുടെ ഭരണാധികാരിയായി മാറി. അദ്ദേഹം ആദ്യകാലത്ത് താമസിച്ചിരുന്നതും പ്രവർത്തിച്ചിരുന്നതും പഴയ സെമിനാരിയിലാണ്. എന്നാൽ വിശ്വാസപരമായ ചില വ്യത്യാസങ്ങൾ ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി മറ്റൊരാളെ വെക്കണമെന്ന് ആവശ്യം ഉണ്ടാവുകയും പുലിക്കോട്ടിൽ ജോസഫ് എന്ന് പറയുന്ന ഒരു പുരോഹിതനെ അന്ത്യോക്യ പാത്രിയർക്കീസ് ബാവായുടെ അടുക്കൽ അയച്ച് അദ്ദേഹത്തെ വാഴിച്ച പാത്രിയർക്കീസ് ബാവ പട്ടം കൊടുത്ത് ഇങ്ങോട്ട് അയക്കുകയും ഈ പാലക്കുന്നത്ത് മാത്യൂസ് മാർ അത്താനാസ്യോസ് തിരുമേനിയെ പാത്രിയർക്കീസ് ബാവ മുടക്കുകയും ചെയ്തു. പാത്രിയർക്കീസ് ബാവാമാർ പട്ടം കൊടുക്കുക അല്ലെങ്കിൽ മുടക്കുക എന്നുള്ളത് അത്ര സാധാരണയല്ലാത്തൊരു കാര്യമല്ല. മുടക്ക് എപ്പോഴെടുത്ത് പ്രയോഗിക്കാനും ഒരു മടിയില്ലാത്ത ഒരു സ്ഥിതിയാണ് പാത്രിയർക്കീസ് ബാവാമാരുടെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. മാർപ്പാപ്പായുടെ കീഴിൽ മലങ്കര സഭയുണ്ട്. പക്ഷെ ഇവിടെ ഒരു ബിഷപ്പിനെ മുടക്കുകയോ മാറ്റുകയോ ചെയ്തതായി മാർപ്പാപ്പായിൽ നിന്നൊരു നടപടി ഉണ്ടായി നമ്മൾ കാണാറില്ല. എന്നാൽ അന്ത്യോക്യ പാത്രിയർക്കീസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയായിരുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ളതായൊരു വിദ്വേഷം, വ്യക്തിവിദ്വേഷം ഇവിടെ ഉണ്ടായാൽ പാത്രിയർക്കീസിനെ സമീപിച്ചു കഴിഞ്ഞാൽ മുടക്കുന്നതിനോ മാറ്റുന്നതിനോ ഒന്നും അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്, ഒരു സത്യമാണ്. ഏതായാലും പാലക്കുന്നത്ത് മാത്യൂസ് മാർ അത്താനാസ്യോസ് തിരുമേനി പാത്രിയർക്കീസിനാൽ മുടക്കപ്പെടുകയും അദ്ദേഹത്തിന് എതിരായി കൊടുത്ത കേസ് റോയൽ കോടതി വിധി അനുസരിച്ച് മലങ്കര സഭയ്ക്ക് അനുകൂലമായി വരികയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഈ സഭ വിട്ടുപോയി സ്ഥാപിച്ചതാണ് ഇന്ന് കാണുന്ന മാർത്തോമാ സഭ. ഈ സഭയിൽ നിന്ന് അങ്ങനെ കാലാകാലങ്ങളിൽ പലരും അകന്നകന്ന് പോയിട്ടുണ്ട്. അതിനെല്ലാം പാത്രിയർക്കീസ് ബാവ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിട്ടുമുണ്ട്. അതൊരു വശം അങ്ങനെ നിൽക്കട്ടെ. അങ്ങനെ പുലിക്കോട്ടിൽ തിരുമേനിയുടെ കാലം വന്നു. പഴയ സെമിനാരിയൊക്കെ നമുക്ക് തിരിച്ചു കിട്ടി. ഇങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലശേഷം ഞാൻ ചുരുക്കി പറയുകയാണ്, പിന്നീട് മലങ്കര മെത്രാപ്പൊലീത്ത സ്ഥാനത്തേക്ക് വന്ന ആളാണ് വട്ടശ്ശേരിൽ മാർ ദീവന്നാസ്യോസ് തിരുമേനി. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ്
മലങ്കര സഭയിൽ പാത്രിയർക്കീസ് ബാവായുമായി വീണ്ടും അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനിടയായത്. ഇതിനിടയിൽ ഒരു കാര്യം കൂടെ നിങ്ങൾ അറിയണം. ഇവിടെ ഒരു പാത്രിയർക്കീസ് ബാവ ആദ്യമായിട്ട് വരുന്നത്, ആദ്യം ഒരാൾക്ക് പട്ടം കൊടുത്തത് 1842 ഞാൻ പറഞ്ഞു. ഒരു പാത്രിയർക്കീസ് ബാവ മലങ്കരയിൽ ആദ്യമായി വരുന്നത് 1875 എന്ന് പറഞ്ഞാൽ 100 ചില്ലുവാനും കൊല്ലങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ പേര് പത്രോസ് മൂന്നാമൻ പാത്രിയർക്കീസ് ബാവ എന്നായിരുന്നു. അദ്ദേഹമാണ് ഇവിടെ വന്ന് മലങ്കര സഭയ്ക്ക് ഒരു ഭരണ സംവിധാനം ഉണ്ടായത്. ഞാൻ നേരത്തെ പറഞ്ഞു, മലങ്കര സഭ ഒരു മെത്രാച്ചനാൽ ഭരിക്കപ്പെട്ടിരുന്നു. അദ്ദേഹത്തെ അറിഞ്ഞിരുന്നത് മലങ്കര മെത്രാപ്പൊലീത്ത എന്നാണ്. എന്നാൽ പാത്രിയർക്കീസ് ബാവായ്ക്ക് ആ മെത്രാപ്പൊലീത്തായിൽ നിന്ന് താൻ ആഗ്രഹിച്ചതുപോലെയുള്ളതായ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ വിഭജിച്ച് ഭരിക്കുന്ന തന്ത്രം പ്രയോഗിച്ചു എന്ന് തന്നെ വേണം പറയാൻ. അദ്ദേഹം മുളന്തുരുത്തിയിൽ മലങ്കര സഭയുടെ ഒരു അസോസിയേഷൻ സുന്നകദോസ് വിളിച്ചുകൂട്ടി 1876 അവിടെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തനുസരിച്ച് മലങ്കര സഭ ഒരു ട്രസ്റ്റ് എന്ന നിലയിലേക്ക് ഉയർത്തപ്പെട്ടു. അങ്ങനെ ട്രസ്റ്റായി വന്നു കഴിഞ്ഞ മലങ്കര സഭയ്ക്ക് മെത്രാപ്പൊലീത്തൻ ട്രസ്റ്റിയും വൈദിക ട്രസ്റ്റിയും അൽമായ ട്രസ്റ്റിയും ഉണ്ടായിരിക്കണമെന്ന് തീരുമാനിച്ചു. ട്രസ്റ്റിനാണല്ലോ ട്രസ്റ്റിയുടെ ആവശ്യം. അപ്പോൾ മലങ്കര സഭ ഒരു ട്രസ്റ്റായി രൂപവൽക്കരിക്കപ്പെടുകയാണ്. മെത്രാപ്പൊലീത്തൻ ട്രസ്റ്റി, വൈദിക ട്രസ്റ്റി, അൽമായ ട്രസ്റ്റി, അത് കൂടാതെ ഒരു മാനേജിംഗ് കമ്മിറ്റി, ആ മാനേജിംഗ് കമ്മിറ്റി കൂടാതെ അതിനേക്കാൾ വിപുലമായ അസോസിയേഷൻ. ഈ ക്രമീകരണങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ വരവിൽ മുളന്തുരുത്തി സുന്നകദോസിൽ വെച്ചാണ് 1876 പൂർത്തിയായത്. അന്ന് വരെ ഒരു ഭദ്രാസനം പോലെ കരുതിയിരുന്ന മലങ്കര സഭയെ പാത്രിയർക്കീസ് ബാവ 7 ഭദ്രാസനങ്ങളായി തിരിച്ചു. ഒരു മെത്രാപ്പൊലീത്ത, 7 ഭദ്രാസനങ്ങൾ. അതുകൊണ്ട് ആ 7 ഭദ്രാസനങ്ങൾക്കും പാത്രിയർക്കീസ് ബാവ മെത്രാപ്പൊലീത്തമാരെ വഹിച്ചു, 6 പേരെ. അതിൽ ഒരാളാണ് പരുമല തിരുമേനി. അങ്ങനെ ഓരോരുത്തർക്കും ഭദ്രാസനങ്ങൾ കൊടുത്തു. മലങ്കര മെത്രാപ്പൊലീത്തയ്ക്ക് ആദ്യം കൊടുത്തില്ലെങ്കിലും അവസാനമായി അദ്ദേഹത്തിനും അന്നത്തെ മെത്രാപ്പൊലീത്തയ്ക്കും ഭദ്രാസനം കൊടുത്ത് 7 ഭദ്രാസനങ്ങൾക്ക് 7 മെത്രാപ്പൊലീത്തമാരെ വാഴിച്ച് ഭരണ ക്രമീകരണം ഉണ്ടാക്കിയത് ഈ പത്രോസ് മൂന്നാമൻ പാത്രിയർക്കീസ് ബാവയാണ്. അന്നും പാത്രിയർക്കീസ് ബാവായുടെ കീഴിലാണ് മലങ്കര സഭ. നമുക്ക് മൂറോൻ കൂദാശ ചെയ്ത് കിട്ടണമെങ്കിൽ പാത്രിയർക്കീസ് ബാവ മനസ്സ് വയ്ക്കണം. നമുക്ക് മെത്രാപ്പൊലീത്തമാരെ വായിച്ചു കിട്ടണമെങ്കിൽ പാത്രിയർക്കീസ് ബാവയെ സമീപിക്കണം. അപ്പോൾ പാത്രിയർക്കീസ് ബാവയുടെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം നമ്മൾ നോക്കേണ്ടതായി വരുമെന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോഴും നമ്മുടെ സഭയിലെ വലിയൊരു വിഭാഗം ആളുകൾക്ക് സ്വതന്ത്രമായൊരു സംവിധാനം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം നിലനിൽക്കുകയാണ്. അത് സാധിക്കാൻ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി എല്ലാവരോടും അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്വതന്ത്രമായൊരു സൗകര്യം മലങ്കര സഭയ്ക്ക് ഉണ്ടാകണം. വാസ്തവത്തിൽ സിറിയയിലുള്ള സഭയേക്കാൾ ആൾ എണ്ണം കൂടുതലുള്ള സഭയും പള്ളികളുള്ള സഭയും ഇവിടെയുള്ള ഈ സഭയാണ്. ഈ സഭ സ്വതന്ത്രമായി നിന്നാൽ മാത്രമേ വളരാൻ കഴിയൂ എന്ന് ചിന്തിച്ചവർ സ്വതന്ത്രമായ ഭരണ സംവിധാനത്തിന് ശ്രമിക്കുകയാണ്. ഒരു രാജ്യം സ്വതന്ത്രമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇന്ത്യ സ്വതന്ത്രമാണ്. ഇന്ത്യയുടെ ഭരണകർത്താക്കളെ ഈ രാജ്യത്ത് തന്നെ തിരഞ്ഞെടുത്ത് ചുമതലപ്പെടുത്താൻ കഴിയുമ്പോൾ ഈ രാജ്യത്തിലെ സകല കാര്യങ്ങളും ഈ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനം അനുസരിച്ച് നടത്താൻ കഴിയുമ്പോൾ ഈ രാജ്യം സ്വതന്ത്രമാണ്. നമ്മൾ വളരെ കാലത്തോളം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലായിരുന്നു. അതുകൊണ്ട് 1947 ഇന്ത്യ സ്വതന്ത്രമായി എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര രാഷ്ട്രം എന്നുള്ളതിൻ്റെ അർത്ഥം നമുക്ക് വേഗം മനസ്സിലാകും. ഒരു സഭ സ്വതന്ത്രമാണെന്ന് പറഞ്ഞാലും അതിൻ്റെ അർത്ഥം അത് തന്നെയാണ്. ആ സഭയുടെ ഭരണാധികാരിയെ ഈ സഭയ്ക്ക് തിരഞ്ഞെടുക്കാൻ കഴിയണം. ഈ സഭയിൽ മെത്രാപ്പൊലീത്തമാരെ വാഴിക്കുവാൻ സംവിധാനം ഈ സഭയ്ക്കുണ്ടാകണം. നമുക്ക് ആവശ്യമായ മൂറോൻ കൂദാശ ചെയ്തെടുക്കുവാൻ ഈ സഭയ്ക്ക് കഴിയണം. ഇത്രയെല്ലാം വന്നു കഴിഞ്ഞാൽ ഈ സഭയും സ്വതന്ത്രമാകും.
അതുകൊണ്ട് അന്ത്യോക്യ പാത്രിക്കീസിൻ്റെ കീഴിൽ അദ്ദേഹം നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ അദ്ദേഹം മനസ്സ് വയ്ക്കണം, അദ്ദേഹം അനുവദിക്കണം. അല്ലാത്തടത്തോളം കാലം മെത്രാപ്പൊലീത്തമാർ അദ്ദേഹത്തിൻ്റെ കീഴിലാണ്, അദ്ദേഹം പറയുന്നത് അനുസരിക്കേണ്ടവരാണ്. പക്ഷേ അന്ത്യോക്യ പാത്രിക്കീസ് ബാവാമാർ ആരും തന്നെ ഇവിടെ സ്വതന്ത്രമായ ഭരണം സ്ഥാപിക്കുവാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം അവരുടെ അധികാരം നഷ്ടപ്പെട്ടു പോകും. നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ സ്വതന്ത്രമാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നില്ലല്ലോ. കൈവശം വെച്ചിരിക്കുന്ന ആർക്കും അതിന് സ്വാഭാവികമായി താല്പര്യം ഉണ്ടാവുകയില്ല. പക്ഷേ ദൈവം ഒരവസരം ഒരുക്കി എന്ന് വേണം വിശ്വസിക്കാൻ. സംഭവിച്ച കാര്യത്തിൻ്റെ ഒരു ചുരുക്കം നിങ്ങൾ അറിയണം. 1876 ഇവിടെ വന്ന പത്രോസ് മൂന്നാമൻ പാത്രിക്കീസ് ബാവ അദ്ദേഹത്തിൻ്റെ ആസ്ഥാനത്തേക്ക് തിരിച്ചുപോയി. 1895 അദ്ദേഹം കാലം ചെയ്തു. അതിനുശേഷം പാത്രിക സ്ഥാനത്തേക്ക് 2 വ്യക്തികളാണ് മത്സരത്തിന് വന്നത്. അതിൽ ഒരാളുടെ പേര് അബ്ദുൽ മിശിഹ, രണ്ടാമത്തെ ആളുടെ പേര് അബ്ദുള്ള. പേര് കേൾക്കുമ്പോൾ മുസ്ലിംസിൻ്റെ പേരാണ് എന്ന് തോന്നിപ്പോകും. അല്ല, സാക്ഷാൽ ഓർത്തഡോക്സ് സിറിയൻ ക്രിസ്ത്യൻസ് തന്നെയാണ്. മെത്രാപ്പൊലീത്തമാരെ തിരഞ്ഞെടുക്കുന്നത് അവിടെയുള്ള, അതായത് സിറിയയിലുള്ള, സീമയിലുള്ള മെത്രാച്ചന്മാർ മാത്രം ചേർന്നിട്ടാണ്. അവിടെ പാത്രിക സ്ഥാനത്തേക്ക് മലങ്കര സഭയിലുള്ള ഒരു മെത്രാപ്പൊലീത്തയ്ക്ക് സ്ഥാനാർത്ഥിത്വം ലഭിക്കുന്നതല്ല. മലങ്കര സഭയിൽ പാത്രിക്കീസിനെ തിരഞ്ഞെടുക്കുന്ന അവസരത്തിൽ മലങ്കര സഭയുടെ മെത്രാപ്പൊലീത്തമാർക്ക് വോട്ടവകാശമില്ല. ഇവിടെയുള്ള മെത്രാപ്പൊലീത്തമാർ ഈ സഭയിലുണ്ടെങ്കിൽ അത് പാത്രിക്കീസിൻ്റെ കീഴിലാണ്. അവിടെ വോട്ടിട്ടു. 6 വോട്ട് അബ്ദുൽ മിശിഹായ്ക്കും 5 വോട്ട് അബ്ദുള്ളയ്ക്കും കിട്ടി. സ്വാഭാവികമായും അബ്ദുൽ മിശിഹ പാത്രിക്കീസായി. തൽക്കാലം ഞാൻ നിർത്തുന്നു. ഇനി ബാക്കിയുള്ളത് ഇതിനോട് ചേർന്ന നിങ്ങളുടെ സംശയങ്ങൾക്ക് സന്തോഷമുണ്ട്. സംശയങ്ങൾ പലപ്പോഴും ചോദിക്കുമ്പോഴാണ്, വസ്തുതകൾ അറിയാതെയാണ് സംശയം ചോദിക്കുന്നത് എന്ന് മനസ്സിലാകുന്നത്. ഈ ഔട്ട്ലൈൻ കിട്ടിയതിന് ശേഷം വരുന്ന സംശയങ്ങൾ എനിക്കറിയാവുന്നതിന് ഞാൻ മറുപടി തരാം. അതോടുകൂടി ഈ വഴക്കും വക്കാണവും ഇല്ലാതെയാവുകയും ചെയ്യും. സത്യം അറിഞ്ഞാൽ മാത്രം മതി. ഒരു സത്യമേ ഉള്ളൂ, ആ സത്യം നിലനിൽക്കണം. ആ സത്യം തിരിച്ചറിഞ്ഞാൽ നമ്മൾ വളരെ സ്നേഹമായി ഏകോദര സഹോദരങ്ങളായി മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ. ഓക്കെ അച്ഛാ, താങ്ക് യു. അച്ഛൻ്റെ ഒരു വിശദമായ എന്ന് തന്നെ പറയാമല്ലോ. അച്ഛൻ്റെ ഒരു വളരെ ഡീറ്റെയിൽഡ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പൊ അതിനോട് നന്ദി പറയുകയാണ്. പ്രധാനമായിട്ടും ഇത് കേട്ട് പേടിക്കണ്ട, ഇതിനെല്ലാം പെട്ടെന്ന് വരും. അതെ. ഇനി മലയാളത്തിൽ ഒരു വാക്കുണ്ട്, പാഷണ്ഡത എന്നുള്ളത്. പിള്ളേര് പലപ്പോഴും പാഷാണ്ഡത എന്ന വാക്ക് തെറ്റിക്കാറുള്ളതാണ്. ഇത് ഇംഗ്ലീഷ് നമുക്ക് വേണമെങ്കിൽ ഹൈറസി എന്ന് പറയാം. പിന്നെ ചരിത്രത്തിലെ ഇടത്തോട്ട് അല്ലെങ്കിൽ ശീഷ്മ എന്നൊക്കെ നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ ആ വാക്കുകളൊക്കെ കാണാറുള്ളതാണ്. അപ്പൊ അതുപോലെ ഒരു അവസ്ഥയിലേക്ക് സഭയും എത്തപ്പെട്ടിരിക്കുക. പണ്ട് അറിയോസും നെസ്തോറിയോസും ഒക്കെ പ്രസംഗങ്ങളായിട്ടും ലേഖനങ്ങളൊക്കെ ആയിട്ടും ഈ വേദവിരുദ്ധം പ്രചരിക്കുമ്പം ഇന്ന് നമ്മുടെ ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള സോഷ്യൽ മീഡിയകൾ വഴിയും അതൊക്കെ വഴിയാണ് ഇന്ന് വേദവിരുദ്ധം നടക്കുന്നതും ഒക്കെ സംഭവിക്കുന്നത്. അപ്പൊ അതിനൊന്ന് അഡ്രസ് ചെയ്യപ്പെടുക എന്നുള്ളത് ഈ സഭയുടെ ഒരു വിശ്വാസികൾക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ട് കാഴ്ചപ്പാട് കൊടുക്കുക എന്നുള്ളത് അച്ഛൻ അതിനെടുക്കുന്ന എഫേർട്ടിന് നന്ദി പറയുകയാണ്. അച്ഛനോട് ചോദിക്കാനുള്ള ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, മാർത്തോമാശ്ലീഹയുടെ പൗരോഹിത്യം എന്ന് പറയുന്നതായ ഒരു കൺസെപ്റ്റ്, സ്ലീഹന്മാരുടെ ഒരു അവകാശവും അതുപോലെ അവരുടെ ഒരു ക്രിസ്തുവിന് മുമ്പിലുള്ളതായ ഒരു ഏക സ്വഭാവവും സ്ലീഹന്മാരുടെ ഒരു അവരുടെ ഒരു ഹൈറാർക്കിൽ ഓർഡറിനെ പറ്റിയൊക്കെ അടുത്തിടയ്ക്ക് പലയിടത്തും ഒരു വലിയ ചർച്ചകളൊക്കെ കാണുന്നുണ്ട്. മാർത്തോമാ ശ്ലീഹായ്ക്ക് പട്ടമില്ല എന്ന് അന്ത്യോഖ്യയിൽ നിന്നുള്ള പാത്രിയർക്കീസ് ബാവ കൽപ്പന എഴുതിയത് നമുക്കറിയാം. പക്ഷെ അതിനൊരു ആഫ്റ്റർ എഫക്ട്സ് അതിൽ വിശ്വസിക്കുന്ന ഒരു വിഭാഗം ഇന്നുമുണ്ട്. അതല്ല, മാർത്തോമാ ശ്ലീഹ ഞങ്ങളുടെ പിതാവാണെന്ന് ഉയർത്തിപ്പിടിക്കുന്ന ആ വിഭാഗത്തിൽ തന്നെ ആളുകളുമുണ്ട്. അപ്പൊ അതുകൂടാതെ അതിനെപ്പറ്റിയുള്ള സഭയുടെ കാഴ്ചപ്പാട് എന്താണ്? ശ്ലീഹന്മാരുടെ പൗരോഹിത്യവും മാർത്തോമാ ശ്ലീഹയുടെ ഒരു പൗരോഹിത്യത്തെ പറ്റിയുള്ളതായ ഒരു അഡ്രസ് ചെയ്യുമ്പോൾ അതിനെ അച്ഛൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഞാൻ മാർത്തോമാ ശ്ലീഹയുടെ പൗരോഹിത്യത്തെ സംബന്ധിച്ച് പറയാം. യേശു ക്രിസ്തു തെരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാർക്കും തുല്യമായ പദവിയാണ് കർത്താവ് കൊടുത്തത്. കർത്താവ് അതിലൊരാളെ വലുതാക്കി വെച്ചതായി വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല.
ഈ വഴക്കുകൾ ഉണ്ടാകുമ്പോൾ പത്രോസ്ലിയായെയും തോമാസ്ലിയായെയും ഒക്കെ അധിക്ഷേപിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ആളുകളുണ്ട്. കണ്ടാൽ സങ്കടം തോന്നും. കാര്യം അറിയാതാണ് അവർ പറയുന്നത്. പത്രോസ്ലിയായ്ക്ക് സ്വർഗരാജ്യത്തിൻ്റെ താക്കോല് കൊടുത്തു എന്ന് നാം വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം മുതലാണ്. എടുത്തു വായിക്കാൻ ഞാൻ പോകുന്നില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ കൊടുത്ത് അതെല്ലാം കയ്യിൽ പിടിച്ചുകൊണ്ട് പത്രോസ് നിൽക്കുന്ന അതിൻ്റെ അടുത്ത വാചകം സാത്താനെ എന്നാണ് പത്രോസിനെ കർത്താവ് വിളിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരും, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ട് അടുത്ത വാചകം പത്രോസിനെ കർത്താവ് വിളിച്ചത് സാത്താനെ എന്നാണ്. നമ്മളതൊരു കുറവായിട്ട് പറയാറില്ല, പറയുകയുമില്ല. അതങ്ങനെ വിളിക്കാനുള്ള കാരണത്തെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ വിശദമാക്കുന്നില്ല. കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവിൻ്റെ മരണം അടുക്കാറായപ്പോൾ അവൻ വിട്ടുപോകുന്നു അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ ഇടയിൽ ഒരു തർക്കമുണ്ടായതായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു. തങ്ങളിൽ ആരെയാണ് വലിയവനായിട്ട് എണ്ണേണ്ടത്? ഈ 12 പേരിൽ ഇടയ്ക്ക് ഒരു തർക്കമുണ്ടായി. അപ്പോൾ മനുഷ്യരിൽ എന്തോരും ആ സ്വഭാവം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. 12 അപ്പോസ്തലന്മാരുടെ ഇടയിലുണ്ടായ തർക്കം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന ഒരു തർക്കവും അവരുടെ ഇടയിൽ ഉണ്ടായി എന്ന് തന്നെയാണ്. ഞാൻ വേദപുസ്തകത്ത് വായിച്ച് കേൾപ്പിക്കുന്നില്ല. കർത്താവ് ഇത് അറിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ മറ്റുള്ളവരെ ശുശ്രൂഷകനാകണം. ഞാൻ ചോദിക്കുന്നത്, പത്രോസിനെ കർത്താവ് വലിയവനെ ആക്കിയിരുന്നു എങ്കിൽ കർത്താവ് എന്തു പറയും? എന്തിനാണ് മക്കളെ തമ്മിൽ തല്ലി? ഞാൻ ആ പത്രോസിനല്ലേ ആക്കിയിരിക്കണം, നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ എന്ന് ചോദിക്കുമായിരുന്നില്ലേ? അപ്പോൾ പത്രോസിനെയോ അല്ല മറ്റേതെങ്കിലും അപ്പോസ്തലനെയോ കർത്താവ് വലുതാക്കി വെച്ച് അവന് പ്രധാനിയാക്കി കൊടുത്തു എന്നുള്ള ഒരു രീതി അത് തന്നെ മുഴുവൻ തെറ്റാണ്. 12 പേർക്കും തുല്യമായ അവകാശമാണ് കൊടുക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ പത്രോസിന് കൊടുക്കുന്നെങ്കിൽ 18-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ 12 പേർക്ക് അത് കൊടുക്കുന്നതായി നമുക്ക് വായിക്കാം. ഈ താക്കോല് പൂട്ടാനും തുറക്കാനുള്ളതല്ലല്ലോ. അത് ചെമ്പുകൊണ്ടോ ഇരുമ്പുകൊണ്ടോ ഉണ്ടാക്കിയ വലിയൊരു മുട്ടൻ താക്കോലും അല്ലല്ലോ. ആ താക്കോല് പാപമോചനാധികാരമാണ്. സ്വർഗത്തിലേക്ക് ആളുകളെ കടത്തിവിടാനുള്ള അവകാശമാണ്. അപ്പോൾ പാപങ്ങൾ മോചിക്കുവാനും അവർക്ക് അധികാരം കൊടുത്തു കർത്താവ്. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ നിലനിർത്തുന്നുവോ അത് നിലനിൽക്കും. അപ്പോൾ പാപം മോചിക്കുവാനുള്ള അധികാരമാണ് ഈ താക്കോൽ എന്ന് പറയുന്നത്. അത് 12 പേർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ യാക്കോബായ വിഭാഗക്കാരും ഓർത്തഡോക്സുകാരും എല്ലാം വളരെ മുമ്പ് ഒരു ചൊല്ലിക്കൊണ്ടിരുന്ന പള്ളിയിലെ ആരാധനാ ഗീതം നമുക്കറിയാമല്ലോ. ആദ്യാചാര്യത്വം കൈക്കൊണ്ട് അഹ്റോൻ മോശയോട് ഒന്നിച്ച് സ്കറിയായ്ക്ക് അത് നൽകി മോശ, സ്കറിയ യോഹന്നാനേകി, യോഹന്നാൻ കർത്താവിനും കർത്താതൻ സ്ലീഹന്മാർക്കും. അപ്പം ആർക്കൊക്കെ പട്ടം കൊടുത്തു? പൗരോഹിത്യം ആർക്കൊക്കെ ഉണ്ട്? വളരെ ക്ലിയറാണ്, 12 പേർക്കും കൊടുത്തു. അപ്പോൾ പൗരോഹിത്യം മാർത്തോമാസ്ലിയായ്ക്ക് ഇല്ല എന്ന് വന്നാൽ അദ്ദേഹം സ്ലീഹായല്ല. സ്ലീഹൂസോ എന്ന് പറയുന്നത് പൗരോഹിത്യത്തോട് കൂടിയൊരു പദവിയാണ്. പൗരോഹിത്യമില്ലെങ്കിൽ അവർ പോയി പ്രസംഗിച്ച് സ്നാനപ്പെടുത്തി ആളുകളെ സഭയിൽ ചേർക്കാനുള്ള അധികാരം അവർക്കുണ്ടാകുമോ? അപ്പോൾ തോമാസ്ലിയായുടെയും സുവിശേഷ പ്രസംഗമാണ് ജോലിയെങ്കിൽ പൗരോഹിത്യ നിലവാരം ഇല്ലാതിരിക്കാൻ ഒരിക്കലും സാധ്യമല്ല. മാത്രവുമല്ല, മാർത്തോമാസ്ലിഹായ്ക്ക് പൗരോഹിത്യ നൽവരമില്ല എന്ന 203-ാം നമ്പർ കൽപ്പനയിലെ വാചകം പുറത്തു വരുന്നത് വരെ ലോകത്തിലെ ഒരു ക്രിസ്തീയ സഭകളും മാർത്തോമാസ്ലിഹായ്ക്ക് അങ്ങനെ കുറവുണ്ടെന്ന് പറയുകയോ ചിന്തിക്കുകയോ ചെയ്തിട്ടുള്ളതായി ഒരു രേഖയുമില്ല, ഒരഭിപ്രായവുമില്ല. ഇനി വേറൊരു സംശയം, എന്തിനാണിത് പറഞ്ഞത്? അദ്ദേഹം പുരോഹിതനാണെന്ന് പറഞ്ഞാൽ വേദപുസ്തക പ്രകാരം 2 സ്ഥാനികളേ ഉള്ളൂ, മഹാപുരോഹിതൻ, ഷമ്മാശൻ, ശുശ്രൂഷക്കാരൻ. ഈ 2 സ്ഥാനികളെ പുതിയ നിയമത്തിൽ വേദപുസ്തകത്തിലുള്ളൂ. അപ്പോൾ പുരോഹിതനാണെന്ന് പറഞ്ഞാൽ എപ്പിസ്കോപ്പ പദവിയുള്ള ആളാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് സിംഹാസനം ഉണ്ടാകാം. അതുകൊണ്ട് പാത്രിക്കീസ് ബാവ പറഞ്ഞു, അവന് പൗരോഹിത്യം പോലും ഇല്ലാതിരിക്കെ പിന്നെ എങ്ങനെ സിംഹാസനം ഉണ്ടാവും?
സിംഹാസനമില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാദഗതി കൊണ്ടുവന്നത്. തലയിൽ തൊപ്പിയില്ല, കാരണം തലയില്ല എന്ന് പറയുന്നവരായിപ്പോയി. തൊപ്പിയില്ല എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, അതിന് പകരം തലയില്ല, അതുകൊണ്ട് തൊപ്പിയില്ല എന്ന് പറഞ്ഞ ഒരു സ്ഥിതിയാണ് വാസ്തവത്തിൽ 203 നമ്പർ കൽപ്പനയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. അതെ, അത് വളരെ ക്ലിയർ ആണ്. ഇനി അടുത്ത ഒരു ഭാഗം ഒരു കാര്യം കൂടി, വേദപുസ്തക പ്രകാരം മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 28-ാമത്തെ വാക്യം, കർത്താവിനോട് ചോദിച്ചു, ഞങ്ങൾ സകലതും വിട്ട് നിന്നെ പിൻഗമിച്ചല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ചോദ്യം ചോദിക്കുന്ന ആള്, എന്ത് കിട്ടുമെന്ന് ചോദിക്കുന്ന ആള് മറ്റാരുമല്ല, പത്രോസ്ലീഹ തന്നെയാണ്. സകലം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ച് ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് കൊടുക്കുന്ന ഉത്തരവുണ്ട്, നിങ്ങൾ 12 സിംഹാസനങ്ങളിൽ മേലിരുന്ന് ഇസ്രയേൽ ഗോത്രം 12 ന്യായം വിധിക്കും. അപ്പോൾ സിംഹാസനം എത്രയുണ്ട്? 12 സിംഹാസനങ്ങളുണ്ട് എന്ന് വളരെ കൃത്യമായി വേദോത്സവം പറയുന്നു. അങ്ങനെയെങ്കിൽ മാർത്തോമാ ശ്ലീഹായ്ക്ക് ഒരു സിംഹാസനം ഉണ്ടെന്ന് പറയുന്നതാണോ വേദവിപരീതം? മാർത്തോമാ ശ്ലീഹായ്ക്ക് ഇല്ല എന്ന് പറയുന്നതാണോ വേദവിപരീതം? ഇല്ല എന്ന് പറയുന്നതാണ്. പൗരോഹിത്യം മാർത്തോമാ ശ്ലീഹായ്ക്ക് ഇല്ലെങ്കിൽ അദ്ദേഹം ശ്ലീഹായല്ല. യേശു ക്രിസ്തു മഹാപുരോഹിതനായിട്ടും അപ്പോസ്തോലനായിട്ടുമാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. അദ്ദേഹം ഒരു അപ്പോസ്തോലനാണ്, മഹാപുരോഹിതനാണ്. റോമർക്ക് എഴുതിയ ലേഖനം, എബ്രായ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം. യേശു ക്രിസ്തു അപ്പോസ്തോലനാണ്, അയക്കപ്പെട്ടവൻ, അംബാസിഡർ, മഹാപുരോഹിതനാണ്. ഈ 2 സ്ഥാനവും യേശു വഹിച്ചുകൊണ്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്, എൻ്റെ പിതാവ് എന്നെ അയച്ച പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. യേശു തമ്പുരാൻ വന്നത് അപ്പോസ്തോലനും മഹാപുരോഹിതനുമായിട്ടാണ് എന്ന് ഞാൻ വേദപുസ്തകം സാക്ഷിക്കുന്നു. ആ അപ്പോസ്തോലൻ തൻ്റെ 12 അപ്പോസ്തോലന്മാരെ അയക്കുമ്പോൾ പറയുന്നു, എൻ്റെ പിതാവ് എന്നെ അയച്ച പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അപ്പോൾ ഈ അപ്പോസ്തോലന്മാരെല്ലാവരും പുരോഹിതന്മാരും അപ്പോസ്തോലന്മാരുമാണ്. എങ്കിൽ മാത്രമേ സഭ നിലനിർത്താൻ അവർക്ക് കഴിയൂ, സ്നാനപ്പെടുന്നവരെ സഭയിൽ ചേർക്കാൻ അവർക്ക് കഴിയൂ. ആ പൗരോഹിത്യം നൽവരമില്ലെങ്കിൽ ഈ സഭ നിലനിൽക്കുവാൻ ഒരു വഴിയുമില്ല എന്നുകൂടെ നാം മനസ്സിലാക്കണം. തോമാസ് ശ്ലീഹയ്ക്കുള്ളൊരു കുറവ് പലപ്പോഴും ചോദിക്കാറുണ്ട്. കർത്താവ് പറഞ്ഞു, നീ ഇപ്പോൾ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. ഇത് കേൾക്കുമ്പോൾ തോന്നും ബാക്കിയുള്ള 11 പേരും കാണാതെയാണ് വിശ്വസിച്ചതെന്ന്. 11 പേരിൽ ഒരാൾ പോയല്ലോ, 10 പേര്. യൂദാസ്കറിയാത്ത് ഓൾറെഡി പോയി കഴിഞ്ഞു. അവർ കർത്താവിനെ കാണാതെ വിശ്വസിച്ച ഭാഗ്യവാന്മാരാണെന്ന് വിചാരിച്ചാ ഈ പറയുന്നത്. എന്ത് മണ്ടന്മാരാ! അവർ കണ്ടു, അവർ വിശ്വസിച്ചു, അവർ തൊട്ടു നോക്കി വിശ്വസിച്ചു. തോമാസ് അന്നേരം അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. ഇവര് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ച് അകത്തിരിക്കുമ്പോഴാണ് യേശു വന്നത്. തോമാസ് ലീഹ മാത്രമേ പുറത്തിറങ്ങിപ്പോയുള്ളൂ. അവന് പേടിയുണ്ടായിരുന്നില്ല. അവൻ ധൈര്യമായി അപ്പോഴും പുറത്തിറങ്ങി നടന്നു. അങ്ങനെ പുറത്ത് നടക്കുമ്പോഴാണ് കർത്താവ് 10 പേർക്ക് പ്രത്യക്ഷപ്പെടുന്നത്. തോമാസ് ലീഹയോട് അവർ പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. തോമാസ് ലീഹ പറഞ്ഞു, എനിക്കും കാണണം, കാരണം അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടവനാണ് ഞാൻ കണ്ടു എന്ന് പറയേണ്ടവനാണ്. എനിക്കതിന് സാധിച്ചില്ലെങ്കിൽ, ഞാൻ കണ്ടില്ലെങ്കിൽ കണ്ടു എന്ന് എങ്ങനെ പറയാം? എൻ്റെ കൂട്ടുകാർ പറഞ്ഞ് ഞാൻ അറിഞ്ഞെന്ന് പറയണ്ടേ? അത് തോമാസ് ലീഹയ്ക്ക് സഹിക്കാവുന്ന കാര്യമാണോ? അദ്ദേഹം അപ്പോസ്തലനും പൗരോഹിത്യം നൽവരും യേശുവിൽ നിന്ന് പ്രാപിച്ചു മറ്റവരെ പോലെ തുല്യനല്ലേ? അതുകൊണ്ട് എനിക്ക് എൻ്റെ കർത്താവിനെ കാണണം, അവൻ്റെ വിലാപ്പുറം കാണണം എന്നവൻ ആവശ്യപ്പെട്ടു. അതാണ് വിശ്വാസം. അതിന് അവൻ്റെ ആ ഒരു ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു യേശു. കർത്താവ് സാധിപ്പിച്ചു കൊടുത്തു, കാരണം അത് ആവശ്യമാണ്. അവന് ലോകത്തിൽ മരിച്ചവരിൽ നിന്ന് യേശു ഉയർത്തെഴുന്നേറ്റ് എന്ന് സാക്ഷിക്കാനുള്ളതാണ്. അതുകൊണ്ട് കർത്താവിനെ കണ്ട് വിശ്വസിച്ചവരാണ് എല്ലാ സ്ലീഹന്മാരും. കാണാതെ വിശ്വസിച്ച സ്ലീഹന്മാരാരുമില്ല. കാണാതെ വിശ്വസിച്ച ഭാഗ്യവാന്മാർ നമ്മളൊക്കെയാണ്. നമ്മെക്കുറിച്ചാണ് ആ പറയുന്നത്. അതെ,
വളരെ ക്ലിയറായി ഞാൻ വിചാരിക്കുന്നു. വ്യക്തമാണ്, അച്ഛൻ പറഞ്ഞ പോയിന്റ്സ് എല്ലാം വ്യക്തമാണ്. ഇനി അടുത്ത ഒരു ചോദ്യം വരുന്നത് നമ്മളുടെ ആദ്യം അച്ഛന്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ ഭാഗമാണ്. ആദിമ നൂറ്റാണ്ടിലെ നമ്മളുടെ ഒരു അബ്ദുൽ ജലീൽ ബാബ വരുന്ന ഒരു സമയം വരെയുള്ളതായ ഈ സഭയുടെ ആരാധനാക്രമങ്ങളെ പറ്റിയും അതിന്റെ ഒരു ഘടനയെ പറ്റിയും സഭയുടെ പേർഷ്യൻ ബന്ധത്തെ പറ്റിയും ചുരുങ്ങിയ വാക്കുകളിൽ അച്ഛനൊന്ന് വിവരിച്ചാൽ കൊള്ളാം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, പല ക്രിസ്തീയ വിഭാഗങ്ങൾ ഇവിടെ വരികയും അവരുടേതായ ആരാധനാ രീതികൾ നമുക്ക് സ്വീകരിക്കാൻ ഇടയാവുകയും ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ ഇന്നും നെസ്തോറിയൻ വിഭാഗത്തിൻ്റെ കൽദയ ക്രിസ്ത്യാനികളുടെ വിഭാഗം ചെറുതാണെങ്കിലും തൃശ്ശൂരുണ്ട്. എല്ലാ ക്രിസ്തീയ സഭാ വിഭാഗങ്ങളും ഇവിടെയുണ്ട്. അന്ത്യോക്യൻ ആരാധനാ രീതിയാണ് നമ്മളിപ്പോൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് അലക്സാണ്ട്രിയയിൽ നിന്ന് അന്ത്യോക്യക്കാർക്ക് കിട്ടിയതാണ്. അവരിൽ നിന്നാണ് നമുക്ക് കിട്ടിയത്. അതിൻ്റെ പരിഷ്കരിച്ച ഇനിയും പരിഷ്കാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇന്നത്തെ പോലെയുള്ള സംവിധാനങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് നമുക്ക് ലഭിച്ച ആ ആരാധനാ മാർഗങ്ങൾ നമ്മൾ സ്വീകരിച്ചു. ഇപ്പോൾ ഇത് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പട്ടയേറ്റ് നടന്ന കാലത്ത് കഷ്ടാനുവാഴ്ചയിലെ ശുശ്രൂഷ മുഴുവനും സുറിയാനിയിലായിരുന്നു. അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് CP ചാണ്ടി നല്ല കവിതാരൂപത്തിലാക്കി ആ രീതിയിൽ ഇപ്പോൾ നമ്മളെല്ലാവരും മലയാളം ഉപയോഗിച്ച് ആരാധന നടത്തുന്നു. അത് നമുക്ക് അന്ത്യോക്യൻ പാരമ്പര്യത്തിൽ നിന്ന് കിട്ടിയതാണ്. അത് അന്ത്യോക്യക്കാരുടെ സ്വന്തമല്ല, അലക്സാണ്ട്രിയയിൽ നിന്ന് അവർക്ക് കിട്ടിയതാണ്. ഇനി ഒരു സഭ മറ്റൊരു സഭയുടെ ആരാധനാ രീതി സ്വീകരിച്ചു എന്നുള്ളത് കൊണ്ട് അടിമത്തമാവുമോ? എന്തൊരു ബാലിശ്യമായ ചിന്തയാണത്. വേദപുസ്തകത്തിൽ നിന്ന് പുതിയ തിയറികൾ കിട്ടിയാൽ അതിൻ്റെ പേരിൽ ഭരണാധികാരാവുമോ? ബ്രിട്ടീഷുകാരാണ് ഇവിടെ തീവണ്ടി കൊണ്ടുവന്നത്, അതുകൊണ്ട് നമ്മളെന്നും ബ്രിട്ടീഷുകാരുടെ കീഴിൽ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ വല്ല അർത്ഥമുണ്ടോ? ബ്രിട്ടീഷുകാർ ഉപയോഗിക്കുന്ന പാൻസും ഷർട്ടുമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതുകൊണ്ട് നമ്മൾ ബ്രിട്ടീഷുകാരുടെ അടിമയാണെന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ടോ? ഞാൻ വളരെ ചെറിയ ഒരു ഉദാഹരണം കൊണ്ട് അത് വ്യക്തമാക്കാം, സമയമുണ്ടെങ്കിൽ. എൻ്റെ വീട്ടുപേര് ഇടയനാൽ എന്നാണ്. എനിക്ക് 2 ആൺമക്കളുണ്ട്. ഈ 2 മക്കളും ഇപ്പോൾ 2 ഭവനങ്ങളിലായിട്ട് അവർ കുടുംബമായി താമസിക്കുകയാണ്. ഈ 2 പേരുടെയും വീട്ടുപേര് ഇടയനാലും തന്നെയാണ്. ഈ സഹോദരങ്ങൾ 2 പേരും താമസിക്കുന്നത് അന്യോന്യം സ്നേഹത്തിലും സന്തോഷത്തിലും ഐകമത്യത്തിലുമാണ്. അവിടെ ഒരു വീട്ടുകാരന് മറ്റേ വീട്ടിൽ എന്തവകാശമുണ്ട്? ജ്യേഷ്ഠൻ അനിയൻ്റെ വീട്ടിൽ എന്തവകാശമുണ്ട്? അനിയൻ ചേട്ടനെ വിളിച്ചാൽ വരാം, കാര്യങ്ങളിൽ പങ്കെടുക്കാം, കാരണവരെ പോലെ ആദരിക്കും. ചേട്ടനില്ലാത്തടത്ത് അനിയനെ വിളിച്ചാൽ അനിയനെ കാരണവരായിട്ട് മക്കൾ സ്വീകരിക്കും. അങ്ങനെ സ്വീകരിച്ചാൽ ഈ 2 വീടും അറിയപ്പെടുന്നത് ഒറ്റ വീട്ടുപേരിൽ തന്നെയാണ്. ഒരു പള്ളിയിൽ നിന്ന് മറ്റൊരു പള്ളി പിരിഞ്ഞ് പുതിയൊരു ഇടവക ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഇടവക സ്വതന്ത്രമാണ്. അങ്ങനെ അന്ത്യോക്യൻ സഭയുടെ കീഴിലായിരുന്ന മലങ്കര സഭ സ്വതന്ത്രമായി മറ്റൊരു സഭയായി രൂപവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെയും അധികാരം വേണമെന്ന് പറയുന്നത് എന്തൊരു വ്യാമോഹമാണ്. അന്തസ്സുള്ള ആരെങ്കിലും പറയുന്നതാണോ അത്? അന്തസ്സിന് ചേർന്നതാണോ? അന്യോന്യം സ്നേഹത്തിലും സഹവർത്തിത്വത്തിലും ബന്ധത്തിലും ജീവിച്ചു പോകേണ്ടതല്ല. അങ്ങനെ നമ്മൾ 14 കൊല്ലം പോയതല്ലേ, ഒരു കുഴപ്പമില്ലാതെ പോയതാണ്. അതിന് തുരങ്കം വെച്ചവരാരാണ് എന്നാണ് വാസ്തവത്തിൽ കണ്ടുപിടിക്കേണ്ടത്. അവിടെ നിന്ന് അതിന് മുമ്പിലേക്കുള്ള കാര്യം അന്വേഷിക്കേണ്ട കാര്യമേ ഇല്ല. 1958 ഇതെല്ലാം കുലങ്കഷമായി കേട്ട് 5 ഹിന്ദു ജഡ്ജിമാർ ചേർന്ന് ഏകകണ്ഠമായി വിധി കൽപ്പിച്ചു. ആ വിധിക്ക് ഒരു റിവ്യൂ പെറ്റീഷനും കൂടെ കൊടുത്തു. അതും തള്ളി. എല്ലാം കഴിഞ്ഞപ്പോൾ നിവൃത്തിയില്ലാതെ യോജിച്ച് 14 കൊല്ലക്കാലം സുഖമായി ഒരുമിച്ച് പോയി. 12 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ യോജിപ്പ് കോടതിയിൽ കൂടി അല്ല ഉണ്ടായത് എന്നുള്ളത് കൊണ്ട് ആ യോജിപ്പിനെ തകർക്കുകയാണ് വാസ്തവത്തിൽ യാക്കോബായ പക്ഷം പറയുന്നത്. ഈ ജൂലൈ 17 വിധിയിൽ കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്, ജാക്കോബൈ ഫാക്ഷൻ ഈസ് ഫുള്ളി റെസ്പോൺസിബിൾ ഫോർ ഓൾ ഡിസ്പ്യൂട്ട്സ് ആൻഡ് ലിറ്റിഗേഷൻസ്. ഇന്ന് കാണുന്ന സകല വഴക്കിനും കേസിനും കാരണം യാക്കോബായ വിഭാഗം മാത്രമാണ് എന്ന് കോടതി എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം കേട്ടിട്ട് ഞാൻ അവസാന ഭാഗത്തേക്ക് വന്നുപോയി, ക്ഷമിക്കണം.
ഇത് വളരെ നിസ്സാരമായൊരു കാര്യമാണ്. അന്തസ്സില്ലേ? നമ്മൾ ഒരിക്കൽ ഒരു എഗ്രിമെൻറ്റിൽ ചേർന്ന് അന്യോന്യം രേഖാമൂലം കൈമാറി. ഇത് ആത്മീക തലവന്മാരല്ലേ, രാഷ്ട്രീയക്കാരല്ലല്ലോ. മദ്ബഹായിൽ കത്തിച്ചു വെച്ച മെഴുതിരികൾക്ക് മുമ്പിൽ അന്യോന്യം സ്വീകരണ കൽപ്പനകൾ കൈമാറി ഒരുമിച്ച് പ്രാർത്ഥിച്ചത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. ഇത് നിങ്ങളോട് പറയാൻ ദൈവം എനിക്ക് ഈ ആയുസ് തന്നാന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഈ യാക്കോബായ വിഭാഗത്തിൽ ജനിച്ചു വന്ന ആളാണ്. അതുകൊണ്ട് എനിക്കിത് വലിയ അത്ഭുതമായിരുന്നു കാണാൻ. അതുകൊണ്ട് ഞാൻ കോട്ടയത്ത് പോയി ഇത് കണ്ടു. ഇരുഭാഗത്തെ മെത്രാപ്പൊലീത്തമാരും പാത്രികീസ് വിഭാഗത്തിലെ യൂലിയസ് ബാവായും വന്ന് കൽപ്പനകൾ കൈമാറി പഴയ സെമിനാരി ചാപ്പലിൻ്റെ മദ്ബഹായിൽ കൈക്കുസ്തൂരി കൊടുത്ത് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈ സഭയിൽ സമാധാനം കൈവന്നതല്ലേ. അവിടം വരെയുള്ള കാര്യങ്ങൾ ഇനിയും അഴിച്ചു പങ്കിടുന്ന രീതിയല്ലേ ഇപ്പോൾ നമ്മൾ കാണുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കാര്യം പറയട്ടെ, അതല്ലേ വേണ്ടത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതെ, തീർച്ചയായിട്ടും അതാണ് വേണ്ടത്. അതിന് മുമ്പുള്ള കാര്യത്തേക്ക് പിന്നെയും പോകുന്നത് എന്തിനാ? അതിന് മുമ്പുള്ള കാര്യങ്ങളിലെല്ലാം കോടതിയിൽ വളരെ കുലങ്കഷമായി പരിശോധിച്ചതാണ്. 5 ജഡ്ജിമാര് ഈ പ്രാവശ്യം അങ്ങനെ തന്നെ 18 ദിവസമാണ് പാത്രികീസ് പക്ഷം വാദിച്ചത്. 2 മണിക്കൂറാണ് ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടി CUC വാദിച്ചത്. കാരണം അത്രേ പറയാനുള്ളൂ. അതുകൊണ്ട് വക്കീലന്മാരുടെ വാദക്കുറവുകൊണ്ടൊന്നുമല്ല, എല്ലാം കഴിഞ്ഞപ്പോൾ കാശ് കൊടുത്ത് വിധി മേടിച്ചെന്നായി. അതെ, എന്തൊരു ശോചനീയമാണ് അവസ്ഥ. കാശ് കൊടുത്ത് വിധി മേടിച്ചു. വാങ്ങിച്ച വിധിയെന്ന് സഭയുടെ തലവൻ വിളിച്ചു പറയുകയാണ്. അതെ, തീർച്ചയായിട്ടും എല്ലാവരും കേട്ടതാണ്. ഇത്രയും ദിവസം കോടതി ഇവർക്ക് എന്ത് ന്യായം പറയാനുണ്ട്? ഒരു ന്യായവും പറയാനില്ല. അവസാനം ഈ പാവപ്പെട്ട മനുഷ്യരെ പറ്റിക്കാൻ പറയുന്നതാണ് കാശ് കൊടുത്ത് വിധി മേടിച്ചു. അച്ഛൻ 58-ലെ ആ സഭാ സമാധാനത്തിന്റെ ഒരു ദൃക്സാക്ഷ്യം എന്ന നിലയില് അച്ഛൻ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുകയും സഭയിൽ പ്രവർത്തിക്കുകയും ചെയ്തൊരു മനുഷ്യനാണല്ലോ. അപ്പോൾ ആ ഒരു സഭാ സമാധാനത്തിലെ ആ കാലഘട്ടത്തിലെ നല്ല ഓർമ്മകളെ പറ്റിയും ആ ഒരു സമാധാനം ഉണ്ടായിരുന്ന കാലത്ത് സഭയിലെ അവസ്ഥകളെ പറ്റിയും ആ ഒരു സഭാ സമാധാനം അലങ്കോലമായി അതൊരു വീണ്ടും പ്രശ്നത്തിലേക്ക് പോകാനിടയായ കാരണങ്ങളെ പറ്റിയും അച്ഛൻ സമയമുണ്ടെങ്കിൽ പറയാൻ സന്തോഷമേ ഉള്ളൂ. അതെ, പറയാൻ തയ്യാറാണ്. ഓക്കെ അച്ഛാ, സമയം പോലെ അച്ഛൻ ചുരുക്കി അതൊന്ന്. അത് ഇപ്പോഴാണോ പറയേണ്ടത്, വേറെ സമയത്താണ്? ഇല്ല, ഇപ്പൊ അങ്ങ് പറഞ്ഞു അച്ഛാ, നമുക്ക് അവസാനം അത് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. അങ്ങനെയാണ്. 1958 സമാധാനം ഉണ്ടായി. ആ സമാധാന വ്യവസ്ഥ എഴുതിയ ലെറ്റർ പാടുകൾ അന്യോന്യം കൈമാറി. അത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. എക്സിബിറ്റായിട്ട് കോടതി അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആർക്കും മാറ്റാൻ ഒക്കുകയില്ല. അതിൽ പാത്രിയർക്കീസ് ബാവയെ സ്വീകരിച്ചുകൊണ്ട് കാതോലിക്ക ബാവ കൊടുക്കുന്ന സ്വീകരണ കൽപ്പനയിൽ ആ ലെറ്റർ ഹെഡിൻ്റെ ഹെഡിങ് മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിലെ കാതോലിക്ക എന്ന് തന്നെയാണ്. അത് ഇന്നും അവൈലബിൾ ആണ്, കോടതിയുടെ റെക്കോർഡിൽപ്പെട്ടതാണ്. മറ്റൊരു കാര്യം അതിലുള്ളത് 1934 വ്യവസ്ഥകൾക്ക് വിധേയമായി നാം ഇതിനാൽ പാത്രിയർക്കീസ് ബാവയെയും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ആളുകളെയും സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് കാതോലിക്ക ബാവ പറയുന്നത്. യാതൊരു കണ്ടീഷനും പറയാതെ നിരുപാധികമാണ് പാത്രിയർക്കീസ് ബാവ കാതോലിക്കായെയും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ളവരെയും സ്വീകരിക്കുന്നത്. ഓർക്കണം, കാതോലിക്കായെയും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള വൈദികരെയും മെത്രാപ്പൊലീത്തമാരെയും ലക്ഷക്കണക്കിന് ജനങ്ങളെയും പാത്രിയർക്കീസ് ബാവ മുടക്കിയിരിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ പോലെ ഇപ്പോഴും മുടക്കിയിരിക്കുകയാണ്. അങ്ങനെ മുടക്കിയിരിക്കുന്ന ആളുകളെ യാതൊരു വ്യവസ്ഥയും പറയാതെ നിരുപാധികം സ്വീകരിക്കുന്നതായി അദ്ദേഹത്തിൻ്റെ കൽപ്പനയിൽ കൊടുത്തിരിക്കുന്നു. ഇത് അവൈലബിൾ ആണ്, ഇന്ന് നിലവിലുള്ളതാണ്. അതിൻ്റെ കോപ്പി അരയനാലച്ചൻ്റെ കയ്യിലുള്ളത് എൻ്റെ കയ്യിലില്ല. ദേവലോക അരമനയിലുണ്ട്, കോടതിയുടെ എക്സിബിറ്റിലുണ്ട്. എക്സിബിറ്റ് നമ്പർ 11 പറ്റിയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇനി ഇത് കഴിഞ്ഞു. എന്താ യോജിച്ച സഭ? തീർച്ചയായിട്ടും പരാജിതരായ ആളുകൾ കേസിൽ തോറ്റ് യോജിക്കുമ്പോൾ അവർക്ക് കൂടുതൽ വിഷമമുണ്ടാകുമെന്ന് ഓർത്തഡോക്സ് വിഭാഗത്തിലെ പിതാക്കന്മാർ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ യാക്കോബായ പക്ഷത്തിലെ ചെമ്മാച്ചനായിരുന്നു അന്ന്. ഞാൻ അതിനുശേഷം സെമിനാരിൽ പഠിക്കാൻ പോയി കോട്ടയത്ത്. യാക്കോബായ വിഭാഗത്തിന് അന്നുമില്ല ഇന്നുമില്ല സെമിനാരി. ഞാനൊരു സെമിനാരി പഠിച്ചല്ല ചെമ്മാച്ചനായത്. ചെമ്മാച്ചനായതിനു ശേഷം സഭയിൽ സമാധാനം ഉണ്ടായതുകൊണ്ട് സെമിനാരി പഠിക്കാൻ പോയതാണ്.
അങ്ങനെ ഒരു സെമിനാരി ഉണ്ടെന്ന് എനിക്ക് അറിയാനേ വയ്യായിരുന്നു. ഞാൻ 18 വയസ്സിൽ ചമ്മാച്ചനായി. എൻ്റെ സ്വന്തം കാര്യം ഞാൻ പറയുകയാണ്. അവിടെ ചെല്ലുമ്പോഴാണ് ഇതെല്ലാം വായിക്കാനും ഈ കേസ് വിധികൾ പഠിക്കാനും ഒക്കെ എനിക്ക് സാധിച്ചത്. ഞാൻ ആ കിട്ടിയ അവസരം ശരിക്കും ഉപയോഗിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത്രയും കാലം കണ്ണുപൊട്ടന്മാരെ പോലെ നമ്മളെ പിതാക്കന്മാർ കൊണ്ടു നടന്നു. പറഞ്ഞതെല്ലാം പച്ച കള്ളം. അധികാരത്തിനും സ്ഥാനമാനങ്ങൾക്കും പദവികൾക്കും വേണ്ടി ഒരു വിഭാഗത്തെ പച്ച കള്ളം പറഞ്ഞ് കൊണ്ടു നടക്കുമായിരുന്നു. അത് പറയാനാണ് ഞാൻ ആദ്യം തുടങ്ങിയത്. ഏത്? അബ്ദുള്ള പത്രിക്കീസ് ബാവ ഒരു വോട്ടിന് തോറ്റു. അദ്ദേഹത്തിന് പകരം അബ്ദുൽ മിഷിയ പത്രിക്കീസായി. 10 കൊല്ലം തോറ്റതിൻ്റെ പേരിൽ അബ്ദുള്ള കത്തോലിക്ക സഭയിൽ പോയി. തുർക്കി സുൽത്താനാണ് അവിടുത്തെ ഭരണാധികാരി. ഞാൻ അതിലേക്ക് വരാതെ ഇത് പറയാൻ ഒക്കുകയില്ല എനിക്ക്. അതുകൊണ്ടാണ്. തുർക്കി സുൽത്താൻ എല്ലാ അധികാരമുള്ള ആളാണ്. ഏതൊരാൾ പാത്രിക്കീസായി തിരഞ്ഞെടുക്കപ്പെട്ടാലും സുൽത്താൻ്റെ ഒരു അംഗീകാര പത്രം വേണം. ഫർമാൻ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ അബ്ദുൽ മിഷിയായിക്കുണ്ടായിരുന്ന ഫർമാൻ മാറ്റി അത് അബ്ദുള്ളയ്ക്ക് ആക്കാനായിട്ട് അബ്ദുള്ളയ്ക്ക് കഴിഞ്ഞു. സുൽത്താനെ അദ്ദേഹം സ്വാധീനിച്ചതുകൊണ്ടാണ് എന്ന് വളരെ വ്യക്തമായി അറിയാം. പക്ഷെ അതെങ്ങനെയെന്ന് പറയാൻ നിവൃത്തിയില്ല. ഒരു കാര്യം എനിക്കറിയാം, അത് സ്വാധീനത്തിന് വഴിയായോ എന്ന് പറയാൻ ഇടയനാലിച്ചിന് ഒരുക്കമല്ല. ഈ അബ്ദുള്ള പാത്രിക്കീസ് ബാവയുടെ ഒരു സഹോദരി സുൽത്താൻ്റെ ഒരു ഭാര്യയാണ്. അത് ചരിത്ര വസ്തുതയാണ്. അതുകൊണ്ട് അബ്ദുൽ മിഷിയ പാത്രിക്കീസ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ തുർക്കി സുൽത്താൻ സ്ഥാനഭ്രഷ്ടനാക്കിക്കൊണ്ട് അബ്ദുള്ളയെ പാത്രിക്കീസാക്കി. ഒരു സമയത്ത് 2 പാത്രിക്കീസ്. ഒരു പാത്രിക്കീസ് ജീവിച്ചിരിക്കുമ്പോൾ മറ്റാളെ വാഴിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കി. ആര്? തുർക്കി സുൽത്താൻ. സഭയല്ല. സഭ സ്ഥാനഭ്രഷ്ടനാക്കിയാൽ സുന്നഹദോസ് കൂടും, അതിൻ്റെ മിനിറ്റ്സ് എഴുതും, തീരുമാനം. അത് അപ്രൂവലിന് കൊടുത്തിട്ട് പിന്നെ സുൽത്താൻ ഇടപെടട്ടെ. ഈ അബ്ദുൽ മിഷിയ പാത്രിക്കീസിനെ മുടക്കപ്പെട്ടവൻ എന്നാണ് യാക്കോബ വിഭാഗം പറയുന്നത്. അദ്ദേഹത്തെ മുടക്കിയതിൻ്റെ രേഖ ഉണ്ടാവണ്ടേ? ഈ മിനിറ്റ്സ് വേണ്ടേ? ഈ മിനിറ്റ്സ് എഴുതിയുണ്ടാക്കി യാക്കോബ വിഭാഗം. നിങ്ങൾക്കറിയാമോ? വ്യാജമായിട്ട് യാക്കോബ വിഭാഗം എഴുതിയുണ്ടാക്കി. മഞ്ഞിനിക്കര വേറായിലിരുന്ന് അന്ത്യോക്യയുടെ പ്രതിനിധിയായിട്ട് മഞ്ഞിനിക്കര താമസിച്ചിരുന്ന യൂലിയോസ് മെത്രാച്ചൻ അറബി ഭാഷയിൽ അബ്ദുൽ മിഷിയായെ സുന്നഹദോസ് കൂടി നീക്കം ചെയ്യുന്നതായ പ്രമാണം എഴുതിയുണ്ടാക്കി. അത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ VC സാമുവേലച്ചൻ, അന്നൊരു ചെമ്മാച്ചനാണ്, ലോക പ്രശസ്തനായ അച്ഛൻ, വേറെ അടുത്ത് താമസിക്കുന്ന യാക്കോബായ വിഭാഗത്തോട് സപ്പോർട്ട് ചെയ്തിരുന്ന അച്ഛൻ, അവിടെ ചെല്ലുമ്പോൾ അറബിയിൽ ഈ ഇതായിരുന്നു എഴുതിയുണ്ടാക്കുകയാണ് ഈ മിനിറ്റ്സ്. ഉടനെ ചോദിച്ചു ഇതെന്താണ്? അപ്പോൾ യൂലിയോസ് ബാവ ഈ VC സാമുവേൽ അച്ഛനോട് പറഞ്ഞു, അതെ, വക്കീലന്മാർ പറയുന്നു സുന്നഹദോസ് കൂടി തീരുമാനമെടുത്തതിൻ്റെ ഒരു രേഖ കോടതിയിൽ ഹാജരാക്കിയാലേ കേസ് ജയിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടൊരു രേഖ ഉണ്ടാക്കുകയാണ്. അവിടുത്തെ സുന്നഹദോസ് ആവുമ്പോൾ അത് അറബി ഭാഷയിലായിരിക്കും. അതൊക്കെ എഴുതിയുണ്ടാക്കി അവിടുത്തെ മെത്രാച്ചന്മാരുടെ പേരുമൊക്കെ ഇട്ട് ഒപ്പമൊക്കെ ശരിപ്പെടുത്തി അഡ്വക്കേറ്റ് നോട്ടറിയെ കൊണ്ട് അത് അറ്റസ്റ്റ് ചെയ്യിച്ച് കോടതിയിൽ ഹാജരാക്കി. ഇത് വസ്തുതയാണ്, കോടതിയിലുള്ള കാര്യം ഞാൻ പറയുന്നത്. നോക്കണം, ഒരു പാത്രിക്കീസിനെ സ്ഥാനഭ്രഷ്ടനാക്കുന്ന തീരുമാനം മഞ്ഞിനിക്കരയിരുന്ന് എഴുതിയുണ്ടാക്കിയതാണ് അറബി ഭാഷയിൽ. ആ കേസ് കോടതി പരിഗണിക്കുന്ന അവസരത്തിൽ ഓർത്തഡോക്സ് പക്ഷത്തിൻ്റെ വക്കീൽ ആവശ്യപ്പെട്ടു, ഇത് അറ്റസ്റ്റ് ചെയ്ത ആ വക്കീലിനെ ഒന്ന് വിസ്തരിക്കണം, നോട്ടറിയെ. അദ്ദേഹം കോടതിയിൽ വന്നു. അദ്ദേഹത്തോട് ക്രോസ് ചെയ്തപ്പോൾ ചോദിച്ചു, അറബി ഭാഷ അറിയാമോ? ഇല്ല. പിന്നെ എങ്ങനെ അറ്റസ്റ്റ് ചെയ്തു? അന്ന് ഫോട്ടോസ്റ്റാറ്റ് ഇല്ലല്ലോ. ഒറിജിനൽ ഇതും കൂടെ എങ്ങനെ ഭാഷ അറിയാത്തവൻ എങ്ങനെ അറ്റസ്റ്റ് ചെയ്തു എന്നുള്ള ചോദ്യത്തിൽ അത് പൊട്ടിപ്പോയി. അതേക്കുറിച്ച് കോടതി എഴുതിയിരിക്കുന്ന വാചകം എന്താണെന്നറിയാമോ? ദ അൺഹോളി കോണ്ടക്ട് ഓഫ് എ ഹോളി പ്രൊലൈറ്റ്. ഇതാണ് നമ്മുടെ പിതാക്കന്മാർ.
അവരുടെ വാദം ജയിക്കാൻ വേണ്ടി ചെയ്ത പല കൃത്രിമങ്ങളിൽ ഒന്ന്. ഇനി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാൻ പോയാൽ നമ്മുടെ മെയിൻ കാര്യം തീരൂല. അതെ, വി.സി. ശാമുവലച്ചന്റെ പുസ്തകം സ്വാനുഭവം എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്ത് അച്ഛൻ അത് എഴുതി വായിച്ചത് ഇപ്പൊ ഓർക്കുകയാണ് ഈ കാര്യങ്ങൾ. ഞാൻ അബ്ദുൽ മിസിയ പാത്രക്കിസിന് ഭ്രാന്തായിരുന്നെന്നും അതുകൊണ്ട് അദ്ദേഹത്തെ മുടക്കിയെന്നും ഒക്കെ പറഞ്ഞ് എൻ്റെ കാരണവന്മാർ പറഞ്ഞു കേട്ടത് 100% സത്യമാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ. 58 കേസ് തോറ്റു കഴിഞ്ഞപ്പോൾ, കേസിൽ ഇതൊക്കെ പിന്നീടാണ് ഞാൻ അറിയുന്നത്, കേസ് തോറ്റു കഴിഞ്ഞപ്പോൾ അതുവരെ പറഞ്ഞതെല്ലാം വിഴുങ്ങി പാത്രിക്കീസ് ബാവ അവരെ സ്വീകരിച്ചപ്പോൾ ഒന്നുകിൽ അതുവരെ പറഞ്ഞത് കള്ളം, അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്നത് കള്ളം ആണ്ടേ. എൻ്റെ ചോദ്യം മനസ്സിലായോ? അതുവരെ പട്ടമില്ലായിരുന്നു എന്നും മുടക്കപ്പെട്ടവനാണെന്നും പറഞ്ഞിരുന്നത് ഒന്നുകിൽ അത് കള്ളം, അല്ലെങ്കിൽ ഇപ്പോൾ പട്ടമൊക്കെ ഉണ്ടായി ഒക്കെ ശരിയായി എന്ന് പറയുന്നത് കള്ളം. ഇതിലേതെങ്കിലും ഒന്നല്ലേ ശരിയാവും? അതെ, കള്ളം രണ്ടും ഒക്കാതെ വന്നു. ഒക്കില്ലല്ലോ. ഇനി അത് പോട്ടെ, നാണം കെട്ട് അങ്ങനെ ചെയ്തു. ഓർത്തഡോക്സ് പക്ഷം കണിയാമ്പറമ്പിൽ കുര്യൻ എപ്പിസ്കോപ്പാക്കിനെയും അതുപോലെയുള്ള സ്ഥാനികളെയെല്ലാം ഓരോരോ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ കയറ്റി ആദരിച്ച് ബഹുമാനിച്ചു. സെമിനാരിയിൽ പഠിക്കാൻ പോയ ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു പാത്രിക്കീസ് വിഭാഗത്തിൽ നിന്ന്. ഞങ്ങൾക്ക് പ്രത്യേകമായ കൺസിഡറേഷൻ ബാവ തിരുമേനി തന്നു, കാരണം അവരവിടെ നിന്ന് വന്നവരാണ്. എന്നിട്ട് ഇപ്പം പറയുന്നു അവരോട് സകലവിധ അനീതിയും കാണിച്ചു. അതിന് തെളിവ് പറയുന്നത് എന്താ? മെത്രാപ്പൊലീത്തമാരെ തിരഞ്ഞെടുത്തപ്പോൾ 58 സ്വീകരണത്തിന് ശേഷം 66 മെത്രാച്ചന്മാർക്ക് തിരഞ്ഞെടുക്കാൻ അസോസിയേഷൻ കൂടിയപ്പോൾ വടക്ക് നിന്ന് ആരെയും തിരഞ്ഞെടുത്തില്ല. അതായത് അങ്കമാലി, കൊച്ചി, കണ്ടനാട് ഈ 3 ഭദ്രാസനങ്ങളിൽ നിന്ന് സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുത്തില്ല. തിരഞ്ഞെടുത്തതെല്ലാം തെക്കൻ ഭദ്രാസനങ്ങളിൽ നിന്ന്. നാണക്കേടോടെ ഞാൻ പറയട്ടെ, ആരെയാ തിരഞ്ഞെടുക്കാനിവിടെ ഉണ്ടായിരുന്നേ? ആരുടെ പേരാണ് ഈ 66 പറയുന്നത്? പെണ്ണ് കെട്ടാത്തവരായിരിക്കണമല്ലോ മെത്രാൻ. പെണ്ണ് കെട്ടാത്ത, വിദ്യാഭ്യാസം ഇച്ചിരി കുറഞ്ഞാലും വേണ്ടില്ല, ഞങ്ങൾക്ക് പറയാൻ ആള് വേണ്ടേ? ഞങ്ങൾക്ക് അന്നുണ്ടായിരുന്നതും പിന്നീട് സ്ഥാനത്ത് വന്നതും ചെറുവള്ളിലെ അച്ഛനും പെരുമ്പള്ളി അച്ഛനുമാണ്. ചെറുവള്ളി തിരുമേനിയാണ് അന്നത്തെ കോലഞ്ചേരി നടന്ന വാഴ്ചയ്ക്ക് മുൻകൈ എടുത്ത് അവിടെയൊക്കെ പ്രവർത്തിച്ചിരുന്നത്. കാരണം അദ്ദേഹം മെഡിക്കൽ മിഷനിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസമൊക്കെ നമുക്കറിയാം. അപ്പം അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മെത്രാനാകാൻ ഒരിക്കലും സാധിക്കില്ലായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ വടക്കുള്ളവരാരും പറഞ്ഞില്ല എന്നുള്ള ആരുടെ കുറ്റ? ഇവിടെ യോഗ്യരായ ആളുകളെ പറയാൻ വടക്കർക്കുണ്ടായിരുന്നില്ല. അതാണ് സത്യം. ഇനി ആ ഭാഗം പോട്ടെ. അപ്പോൾ സ്വീകരിച്ച യാക്കോബായ വിഭാഗത്തിന് എല്ലാവിധ കൺസിഡറേഷനും കൊടുക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിട്ടുണ്ട് ഓർത്തഡോക്സ് പക്ഷം, അതിലെ പിതാക്കന്മാർ. എന്നാൽ സംഭവിച്ചത് ഒന്നാണ്, അവ ആരും ഇപ്പോൾ പറയാറില്ല. അന്നത്തെ പല ധാരണകളും എഴുതി വെച്ച് കോടതിയിൽ കൂടി ഇത് നടപ്പിലാക്കാൻ ഓർത്തഡോക്സുകാർ ശ്രമിച്ചില്ല. അത് അവരുടെ വലിയൊരു വിഡ്ഢിത്തമായി പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. 58 കോടതി വിധി അനുസരിച്ച് ഉണ്ടായ ഈ സമാധാനവും അതിലെ കണ്ടീഷൻസും കോടതി വഴി എസ്റ്റാബ്ലിഷ് ചെയ്തെടുത്തിരുന്നു എങ്കിൽ ഇന്നത്തെ ഈ സ്ഥിതി ഉണ്ടാകുമായിരുന്നു. പാത്രിക്കീസിനെയും അദ്ദേഹത്തിൻ്റെ ആളുകളെയും കണ്ണടച്ച് വിശ്വസിച്ചു പോയതാണ്. ഇത്രയെല്ലാം അമളി പറ്റിയിട്ടും പഠിക്കാത്ത ഓർത്തഡോക്സുകാർക്ക് സംഭവിച്ച മണ്ടത്തരം. അതൊരു മണ്ടത്തരമെന്ന് ഞാൻ പറയും. ഇത് വിശ്വാസവഞ്ചനയാണെന്നും ഞാൻ പറയും. ഇത് രണ്ടും സത്യമാണ്. പോട്ടെ, മഞ്ഞിനിക്കര ദേറായിൽ യൂലിയോസ് തിരുമേനി ഉണ്ടായിരുന്നു. അദ്ദേഹം മെത്രാപ്പൊലിത്തയാണ്. പക്ഷെ ശീമയിൽ വന്ന മെത്രാപ്പൊലിത്തന്മാരെ നമ്മൾ ബാവാന്ന് വിളിക്കും. നമ്മൾ ഈ പട്ടികവർഗം എന്താണ് പട്ടികജാതി വർഗത്തിൽപ്പെട്ടവരാണ് നമുക്ക് തന്നെയൊരു വിചാരമുണ്ടല്ലോ. ഞാൻ അതൊക്കെ പറയാൻ പോയ സമയം കൂടുതൽ പോകും. നമ്മൾ അങ്ങനെ അവരെ ആദരിച്ചിരുന്നു. ബാവ അവിടെ നിന്ന് വരുന്നതൊക്കെ ബാവാമാരാ.
യൂലിയോസ് ബാവയുടെ കാലത്തിന് ശേഷം 58 സ്വീകരണ വ്യവസ്ഥയിൽ അന്ന് പറഞ്ഞ ധാരണയിൽ അവിടെ മഞ്ഞിനിക്കരയിലെ വരുമാനം പാത്രിക്കീസ് ബാവ എടുത്തുകൊള്ളട്ടെ, ആ കബറിടം പാത്രിക്കീസ് ബാവയിലെ ആയിക്കുള്ള വരുമാനം പാത്രിക്കീസ് ബാവയ്ക്ക് ഇനി ആയിക്കൊള്ളട്ടെ, അവിടെ മെത്രാപ്പൊലിത്തമാരെ ആക്കരുത്, റമ്പാച്ചനെയോ അച്ഛനെയോ മാത്രമേ നിയമിക്കാവൂ. ഇതാണ് അന്നത്തെ വ്യവസ്ഥ. കാരണം മെത്രാപ്പൊലിത്തമാരെ വെച്ചാൽ പട്ടം കൊടുക്കാനിടയാകാം, പള്ളികൾ സ്ഥാപിക്കാനിടയാകാം, പിന്നീട് വഴക്കുണ്ടാകാം. റമ്പാച്ചനോ അച്ഛനോ ആണെങ്കിൽ ആ പ്രശ്നമില്ല. അതുകൊണ്ട് ബാവ തിരുമേനി അവിടെ അദ്ദേഹത്തിന് വിശ്വാസമുള്ള റമ്പാച്ചന്മാരെ അച്ഛന്മാരെ ആക്കിയാൽ മതി എന്നുള്ളതാണ് 58 ഒരു ധാരണ. അങ്ങനെ യൂലിയോസ് മെത്രാച്ചന് ശേഷം വളരെ കാലത്തോളം അവിടെ നിന്നുണ്ടായിരുന്ന പ്രതിവിധികളാണ് നടത്തിക്കൊണ്ടിരുന്നത്. ആ വഴക്കുണ്ടായ ഈ ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്ന കാലത്ത് വന്ന ആളാണ് ആബൂദി എന്ന റമ്പാച്ചൻ. അതെ, അപ്രേം ആബൂദി. അദ്ദേഹം ഇവിടെ വന്ന് വടക്കൻ പ്രദേശത്തുള്ള പള്ളികളും അന്ത്യോക്യ ഭക്തന്മാരായ ആളുകളൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി 58 ചെയ്തത് എന്തൊരു മണ്ടത്തരമായി പോയി. അന്ന് സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ, പരസ്പര സ്വീകരണം നടന്നില്ലായിരുന്നെങ്കിൽ പള്ളികൾ പോകുമായിരുന്നു എന്നൊക്കെയുള്ള വേറെ പ്രശ്നം. പള്ളികൾ പോകാനുള്ള സാധ്യത കുറവായിരുന്നിരിക്കാം, പോട്ടെ, ഇത്രയും ആളുകളെ കിട്ടുമായിരുന്നില്ലേ? ആളുകളല്ലേ സ്വത്ത്. ആ ആളുകളുണ്ടെങ്കിൽ പള്ളി ഉണ്ടാവില്ലേ, സ്വത്തുക്കൾ ഉണ്ടാവില്ലേ, കോളേജ് ഉണ്ടാവില്ലേ, സ്കൂൾ ഉണ്ടാവില്ലേ, സ്ഥാപനം ഉണ്ടാവില്ലേ? ഇത്രയും ആളുകളെ നഷ്ടപ്പെടുത്തിയില്ലേ പാത്രിക്കീസ് ബാവ എന്ന് യാക്കോബ് തിരിയൻ പാത്രിക്കീസ് ബാവയോട് ഇദ്ദേഹം സങ്കടം ഉണർത്തിച്ചതായിട്ടാണ് ഞങ്ങളൊക്കെ അന്ന് മനസ്സിലാക്കിയത്. പാത്രിക്കീസ് ബാവ പറഞ്ഞു, അവിടെയുള്ള യാക്കോബായ വിഭാഗത്തിലെ മെത്രാച്ചന്മാരെ എന്നോട് പറഞ്ഞു സഭ യോജിക്കണം. അതായത് അങ്കമാലി ഭദ്രാസനത്തിലെ ഗ്രിഗോറിയോസ് തിരുമേനി കാലം ചെയ്തു, കൊച്ചി ഭദ്രാസനത്തിലെ പൗലോസ് മാർ സേവ്യരോസ് തിരുമേനി, ഇവരൊക്കെ വളരെ ശക്തമായി ആവശ്യപ്പെട്ടതുകൊണ്ടാണ് പാത്രിക്കീസ് ബാവ സമാധാനത്തിന് തയ്യാറായത് എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? സമ്മതിച്ചില്ലേ, എല്ലാം കൊടുത്തില്ലേ, സകലതും നമ്മൾ അംഗീകരിച്ചു കൊടുത്തു. കാതോലിക്കേറ്റ് അംഗീകരിച്ചു, സകലവിധ അവകാശങ്ങളും കൊടുത്തിനി സഹോദരി സഭകളായി കഴിയാനും നമുക്ക് പറ്റൂ, സ്നേഹത്തിലും സഹവർത്തിത്തിലും അങ്ങനെ പോകാനേ പറ്റൂ. പക്ഷേ ആബൂദി പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, എന്നെ മെത്രാപ്പൊലീത്തയായി മലങ്കരയിലേക്ക് വിട്, ഞാൻ തിരിച്ചു പിടിക്കാം. പാത്രിക്കീസ് ബാവ അദ്ദേഹത്തെ മെത്രാനായി വാഴിക്കാൻ പോകുന്നെന്നറിഞ്ഞു. മലങ്കര സഭയിലെ സുന്നഹദോസ് കൂടി. ആ സുന്നഹദോസിലുണ്ടായിരുന്ന സകല തിരുമേനിമാരും ശ്രേഷ്ഠ കാതോലിക്കയായി പിന്നീട് വാഴിക്കപ്പെട്ട കണ്ടനാട് ഭദ്രാസനത്തിന്റെ പൗലോസ് മാർ പീലക്സിനോസ് തിരുമേനി ഉൾപ്പെടെ പാത്രിക്കീസ് ബാവയ്ക്ക് നിവേദനം കൊടുത്തു. അദ്ദേഹത്തെ മെത്രാപ്പൊലീത്തയായിട്ട് വാഴിച്ച് അയക്കാൻ പോകുന്നെന്ന് കേൾക്കുന്നു. അദ്ദേഹത്തെ മെത്രാപ്പൊലീത്ത ആക്കേണ്ടത് അങ്ങേക്ക് ആവശ്യമാണെങ്കിൽ മറ്റൊരാളെ ആ സ്ഥാനത്ത് അയക്കണം. മെത്രാപ്പൊലീത്ത അയക്കുന്നത് നമ്മളെ എഗ്രിമെന്റിന്റെ വയലേഷനായിട്ട് വരും, വീണ്ടും സഭയിൽ തർക്കങ്ങളും മടക്കങ്ങളും ഉണ്ടാകാൻ അത് കാരണമാകുമെന്ന് പറഞ്ഞു. പാത്രിക്കീസ് ബാവ അതിന് മറുപടി പോലും തന്നില്ല. ഈ മെത്രാച്ചന്മാരെല്ലാവരും സുന്നഹദോസിലെ സകലരും ഒപ്പിട്ട് കൊടുത്ത ആ എഴുത്തിനൊരു മറുപടി പോലും പാത്രിക്കീസ് തന്നില്ല. മറിച്ച് അദ്ദേഹത്തെ മെത്രാനായി വാഴിച്ച് അയച്ചുകൊണ്ട് തൻ്റെ ഡെലിഗേറ്റായിട്ട് അംഗീകരിച്ചു കൊള്ളണമെന്നുള്ള കൽപ്പനയും കൊടുത്താണ് ഇങ്ങോട്ട് അയച്ചത്. അദ്ദേഹം അത് വെച്ച് പള്ളികളിൽ കയറാൻ തുടങ്ങി. നമ്മൾ ഗവൺമെന്റിനെ സമീപിച്ചു, വിസ ക്യാൻസൽ ചെയ്തു, അദ്ദേഹം തിരിച്ചുപോയി. ഇതാണ് ആ സംഭവം. അപ്പോൾ പാത്രിക്കീസ് വായിച്ചയച്ച ഒരാൾ തിരിച്ചയച്ചു എന്നായി കംപ്ലൈന്റ്. ഗവൺമെന്റിൽ പരാതിപ്പെട്ടത് തെറ്റായി. നിങ്ങൾക്ക് മനസ്സിലായല്ലോ കാര്യം. അങ്ങേറ്റത്ത് നികൃഷ്ടമായ പ്രവൃത്തി ചെയ്തിട്ട് അതിനെ തടയാൻ എടുത്ത മാർഗമാണ് നികൃഷ്ടം, മറ്റല്ല. ഇനി പാത്രിക്കീസ് പക്ഷം അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചെടുക്കണമെങ്കിൽ ബലത്തോടെ വേണോ? ഈ അടുത്ത കാലത്ത് യാക്കോബായ വിഭാഗത്തിൽപ്പെട്ട റിട്ടയർഡ് ടീച്ചർ എൻ്റെ പള്ളിയിൽ ആരാധനയ്ക്ക് വന്നു, പഴന്തോട്ടം പള്ളിയിൽ. ഒരിക്കലും അവരെ കാണാറില്ല. എൻ്റെ അടുക്കൽ വന്നു, അച്ഛാ, ഞാൻ യാക്കോബായ കുടുംബത്തിലാണ് ജീവിക്കുന്നത്, എൻ്റെ ഇടവകപ്പള്ളി യാക്കോബായ വിഭാഗത്തിൻ്റെ കയ്യിലാണ്, പക്ഷേ യാക്കോബായ വിഭാഗം തെറ്റാണ്. എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്, പക്ഷെ ഞാനെന്ന് പറഞ്ഞാൽ വീട്ടുകാർ സമ്മതിക്കില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ പള്ളിയിൽ ഒന്ന് ആരാധന കാണാറുണ്ട്, എൻ്റെ ഒരു മനസ്സംതൃപ്തിക്ക് വേണ്ടി മാത്രം. ആ സ്ത്രീ പറഞ്ഞു,
അപ്പം എന്താണ് അങ്ങനെ ടീച്ചർക്ക് തോന്നാൻ കാര്യം? ആലുവ തൃക്കുന്നത്ത് സെമിനാരി നിയമപ്രകാരം അവകാശമുള്ളതാണ്, പിന്നെ രാത്രി പോയി കയറണോ? ഓട് പൊളിച്ച് കയറണോ? അവകാശമുള്ളതാണെങ്കിൽ കോടതിയോട് പറഞ്ഞ് നമുക്ക് നിയമപ്രകാരം സാധിച്ചെടുക്കാൻ പറ്റൂലേ? യാക്കോബായ വിഭാഗം ഏതെങ്കിലും കോടതി ഉത്തരവും പ്രകാരമാണോ ഏതെങ്കിലും സ്ഥാപനമോ പള്ളിയോ കൈവശപ്പെടുത്തിയത്? അല്ല, ഗുണ്ടായിസം. നിങ്ങൾ തിരിച്ചറിയണം. പാവപ്പെട്ട അച്ഛന്മാരെയും ആളുകളെയും ഭയപ്പെടുത്തി അവരെ യഹോവത്തിനേൽപ്പിച്ച് കഴുത്തെ പിടിച്ചതിൽ പുറത്തിറക്കി ആ പള്ളികളിലെല്ലാം ആളുകളെ ആക്കി. പെട്ടെന്ന് വഴിയെ പോയ എല്ലാവരും വിളിച്ച് പട്ടം കൊടുത്ത് അവരെയൊക്കെ അച്ഛനാക്കി പള്ളിയിലേക്ക് അയച്ചു. അതല്ലേ? സെമിനാരി പോകാനൊന്നും നേരമില്ലല്ലോ, പഠിക്കാൻ നേരമില്ല. എന്നിട്ട് ഓരോരോ ചെറിയ കുറ്റങ്ങൾ, അങ്ങനെ നമ്മുടെ ആരെങ്കിലും ഒരു അച്ഛൻ ഒരു കുറിയലായുസവും പറഞ്ഞ് എത്തിപ്പോയെങ്കിൽ അതിനെല്ലാം വലിയ റിപ്പോർട്ടുകളാണ്. ശവക്കോട്ടയിൽ, റോഡരികിൽ, കടയുടെ മുമ്പിൽ, എവിടെയൊക്കെ കുർബാനയില്ല, അവർക്കൊരു കുഴപ്പമില്ല. ഇതുപോലെ കുർബാനയെ അവഹേളിച്ച ഒരു ക്രിസ്തീയ വിഭാഗത്തെ നിങ്ങൾക്ക് പറയാമോ? ഏതെങ്കിലും ഒരു വിഭാഗം 5 മിനിറ്റ് കൊണ്ട് കുർബാന ചൊല്ലി തീർത്തു എന്ന് അവകാശപ്പെടുന്ന ഒരു ക്രിസ്തീയ വിഭാഗത്തെ നമുക്ക് പറയാൻ പറ്റുമോ? പൗരോഹിത്യത്തെ ഇത്രയും അധിക്ഷേപിച്ച ഒരു മേൽപ്പെട്ട സ്ഥാനി മറ്റെവിടെയെങ്കിലും ഉണ്ടോ? പണം മേടിച്ച് പുരോഹിതന്മാരാക്കുക, പണം മേടിച്ച് മെത്രാനാക്കുക. അപ്പോൾ പൗരോഹിത്യ പദവി ഉപയോഗിച്ച് ആരാധനയും എല്ലാം അലങ്കോലമാക്കി, പൗരോഹിത്യത്തെ നശിപ്പിച്ചു, എല്ലാം തകർത്ത ഒരു വിഭാഗമാണ് യാക്കോബായ വിഭാഗം. എന്നിട്ട് പറയും വിധി കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ്. എന്താണ് ഇതിന് മറുപടി പറയുക? ഇപ്പോഴും കോടതി ഉത്തരവുകൾ നടപ്പിലാക്കുന്നില്ല. കോടതിക്ക് നിയമവും പേപ്പേഴ്സും വെച്ച് കാര്യങ്ങൾ പഠിച്ച് വിധിക്കാൻ കഴിയും. രാഷ്ട്രീയക്കാർക്ക് അത് കഴിയില്ല. പല മീഡിയയിലുള്ള ആളുകൾ പറയുന്നത്, ഈ അടുത്ത കാലത്ത് ഒരു മീഡിയക്കാരൻ പറഞ്ഞ് ഞാൻ കേട്ടു, യാക്കോബായക്കാർക്ക് കേസ് നടത്താൻ അറിയാൻ പാടില്ല, ഓർത്തഡോക്സുകാർക്ക് കേസ് നടത്താൻ അറിയാം, അതുകൊണ്ട് അവർ ജയിച്ചു. അയാൾ എന്തറിഞ്ഞു പറയണത്? എന്തെങ്കിലും പഠിച്ചിട്ടാണോ? വേറെ പല പ്രമാണിമാരും അവർക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ തെളിയിക്കാമായിരുന്നല്ലോ, അതിന് അവസരം കൊടുത്തു. അപ്പം ചില പള്ളികളിലേ ഭൂരിപക്ഷമുള്ളൂ. ഭൂരിപക്ഷമുള്ള പള്ളി അവർക്ക് മതി തന്നെ. ഒരു ട്രസ്റ്റിനെ പങ്കിടണമെന്നല്ലേ? ഇത് ട്രസ്റ്റാണെന്ന് വാദിച്ചതാരാ? പാത്രിക്കീസ് വിഭാഗം തന്നെയാണ്. സെക്ഷൻ 92 സാങ്ഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ പല പള്ളിയിലും കേസ് തള്ളി. കാരണം ട്രസ്റ്റ് ആണെങ്കിൽ സെക്ഷൻ 92 വേണം. ഞാൻ എൻ്റെ പള്ളിയിൽ നിന്നും ഇല്ലാതെ കേസ് കൊടുത്തത്. യാക്കോബായ വിഭാഗം വാദിച്ചു ഇത് ട്രസ്റ്റാണ്, അതുകൊണ്ട് സെക്ഷൻ 92 വേണം. ഓ, ഞങ്ങൾ സമ്മതിച്ചു, സെക്ഷൻ 92 എടുത്തു. ഇപ്പം പറയാ ട്രസ്റ്റ് അല്ല. ട്രസ്റ്റാണെങ്കിൽ ട്രസ്റ്റായിട്ട് തന്നെ ഇരിക്കണം. ട്രസ്റ്റ് ആയതുകൊണ്ടാണ് ട്രസ്റ്റി ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് മലങ്കര മെത്രാപ്പൊലീത്തൻ ട്രസ്റ്റി ആയത്. അതുകൊണ്ടാണ് വൈദിക ട്രസ്റ്റി, അൽമായ ട്രസ്റ്റി ഉണ്ടായത്. ട്രസ്റ്റാണ്. സെക്ഷൻ 92 വേണ്ടിയിരുന്നില്ല. സുപ്രീം കോടതി അത് പിന്നാലെ പറഞ്ഞു. അപ്പോൾ ട്രസ്റ്റാണെന്ന് വാദിച്ച് ട്രസ്റ്റായി കഴിഞ്ഞപ്പോൾ പങ്കിടണം. ഒരു ട്രസ്റ്റും പങ്കിടാനൊക്കുകയില്ല. കൈവശാവകാശമായി അടുത്തത്. ട്രസ്റ്റിന് കൈവശാവകാശം ഇല്ല. ഒരു ട്രസ്റ്റിയെ തിരഞ്ഞെടുത്താൽ അദ്ദേഹം ചുമതല വഹിക്കുന്ന കാലത്തേക്ക് മാത്രമേ ഉള്ളൂ അവകാശം. ഇത് ആർക്കറിയാൻ വയ്യാത്ത? അതുകൊണ്ട് കൈവശാവകാശം പോയി. പിന്നെ ഭരണഘടന, ഒറിജിനലില്ല. എന്തൊരു മ്ലേച്ഛമായ വാദഗതിയാണ്. ഇവർ കോടതിയിൽ ഭരണഘടന അംഗീകരിക്കുന്ന എഴുതി കൊടുത്തല്ലോ, അത് ഒറിജിനല് ഭരണഘടന ആയിരുന്നോ ആ എഴുതി കൊടുത്തത്? ആ എഴുതി കൊടുത്ത ഭരണഘടന അത് മതി. റിട്ടയർഡ് ജഡ്ജസ് കമാൽ പാഷ അദ്ദേഹം പോലും പറയുന്നു ഒറിജിനൽ അദ്ദേഹം നോക്കിയിട്ടും കണ്ടില്ല എന്ന്. ഇന്ത്യൻ ഭരണഘടനയുടെ ഒറിജിനൽ എവിടെയാണ്? ഒരു ന്യായാധിപൻ ഇത് പറയുമ്പോൾ സങ്കടമുണ്ട്. ഒരു ഭരണഘടന ഉണ്ടാക്കുമ്പോൾ ആ ഭരണഘടനയിൽ തന്നെ അതിൽ ഭേദഗതികൾ വരുത്തുവാനുള്ള നിയമങ്ങൾ ചേർത്തിട്ടുണ്ട്. അതനുസരിച്ച് കാലാകാലങ്ങളിൽ ഭേദഗതി വരുത്തും. അതാണ് ഒറിജിനൽ. ആദ്യം ഉണ്ടാക്കിയതല്ല ഒറിജിനൽ. ഇന്ന് നിലവിലുള്ള എന്തോ അതാണ് ഒറിജിനൽ ഭരണഘടന. ഇങ്ങനെ നിങ്ങൾ പല കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ എനിക്ക് അത്തരത്തിലെല്ലാം ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട്
യാക്കോബായ പക്ഷത്തിന് നീതിയില്ല, ന്യായമില്ല, സത്യമില്ല, വെറും മല്ല് മാത്രം. എന്തോ വളരെ വ്യക്തമാണ്. അച്ഛന്റെ പോയിന്റുകളെല്ലാം തന്നെ ക്ലിയർ ആണ്. അച്ഛന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഈ സഭാ സമാധാന കാലഘട്ടവും അതുപോലെ അതിന്റെ പിളർപ്പിന്റെ ഒക്കെ അവസ്ഥ നേരിട്ട് കണ്ട ഒരാളിന് കേൾക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലിയ. ഞാൻ ഇപ്പോഴും ഇത് പറയാനായിട്ട് ഈ പ്രായത്തിലും നിങ്ങളോട് ഇത് പറയാൻ ദൈവം എന്നെ വെച്ചിരുന്നാണ് എൻ്റെ വിചാരം. അതെ, തീർച്ചയായിട്ടും. അല്ല, നമ്മള് പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നതോ അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് കേൾക്കുന്നതിനെക്കാട്ടൊക്കെ വളരെ ഹൃദ്യമായിട്ട് തോന്നുന്നു അച്ഛന്റെ ഒരു അനുഭവം. 203 നമ്പർ കൽപ്പന പാത്രിക്കീസ് ബാവ അയച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരു പാത്രിക്കീസ് അങ്ങനെ എഴുതുമോ? ഞാൻ കോട്ടയത്ത് ഒന്ന് എനിക്ക് കാണണം എന്ന് പറഞ്ഞു. സുറിയാനിയിലെ കൽപ്പന, ലോ ഈസ് കൊഹനോ ഐക്കാനോ ഈശോ റീസ് കൊഹനോ. ഒരു പട്ടക്കാരനല്ലാതിരിക്കെ എങ്ങനെ മേൽപ്പട്ടക്കാരനാകും? ഇതാണ് ആ വാക്യം. 1958 പരസ്പരം സ്വീകരിക്കുമ്പോൾ ഞാൻ ജമാച്ചനായിരുന്നു. പാത്രിക്കീസ് ബാവ ഇവിടെ വന്നു ഔഗേൻ തീമോത്തിയോസ് തിരുമേനിയെ കാതോലിക്ക സ്ഥാനത്തേക്ക് ഉയർത്താൻ. അന്ന് മദ്ബഹായിൽ ശുശ്രൂഷിച്ച ഒരേ ഒരു ഷമ്മാശനാണ് ഞാൻ. ഒരേ ഒരു ഷമ്മാശൻ. താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ മദ്ബഹായിൽ ആ സ്ഥാനാരോഹണം എൻ്റെ കണ്ണ് കണ്ടു, എൻ്റെ ചെവി കേട്ടു. ഞാൻ അതിൽ ഷമ്മാശൻ എന്ന നിലയിൽ ഗാനങ്ങൾ പാടാനും മറ്റ് കൊരത് മൽപ്പാനസിനോട് കൂടി അതിൽ സംബന്ധിച്ച ആളാണ്. എന്നോടാണ് പറയുന്നത്, ഔഗേൻ തീമോത്തിയോസ് തിരുമേനിയുടെ മുടക്ക് തീർത്തു വാഴിച്ചെന്ന്. 64 യാക്കോബ് പാത്രിക്കീസ് ബാവ ഔഗേൻ തിരുമേനിയുടെ മുടക്ക് തീർത്തു വാഴിച്ചു എന്നാണ് യാക്കോബായക്കാർ സൺഡേ സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് കണ്ടിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ട്. എന്തെങ്കിലും സത്യം അതിലുണ്ടോ? 1928 പാത്രിയർക്കീസിൽ നിന്ന് യാക്കോബായ വിഭാഗത്തിന് വേണ്ടി ഔഗേൻ തിരുമേനി മെത്രാനായി. കൊല്ലം ഓർക്കണം, 1928. മെത്രാനായി കഴിഞ്ഞതിന് ശേഷം ഈ സഭയിൽ യോജിപ്പുണ്ടാക്കാൻ അദ്ദേഹം അങ്ങേയറ്റം ശ്രമിച്ചു. വട്ടമേശ സമ്മേളനമൊക്കെ അദ്ദേഹത്തിൻ്റെ താല്പര്യം കൊണ്ടുണ്ടാക്കിയതാണ്. ഒന്നും നടന്നില്ല. അവസാനം മടുത്ത് തന്നെ അനുസരിക്കുന്ന കുറേ ആളുകളും വൈദികരുമായി അദ്ദേഹം കാതോലിക്കേറ്റിലേക്ക് കാലുമാറി എന്ന് തന്നെ പറയട്ടെ മനസ്സിലാകാൻ. 28 വാഴിക്കപ്പെട്ട പാത്രിക്കീസ് വിഭാഗത്തിലെ മെത്രാൻ ഔഗേൻ തിരുമേനി 1942 കാതോലിക്കേറ്റിൽ ചേർന്നു. കാതോലിക്ക ബാവയെ അംഗീകരിച്ചു. തുടർന്ന് പാത്രിക്കീസ് ബാവ അദ്ദേഹത്തെ മുടക്കി. ഇതാണ് മുടക്ക്. കൊല്ലം മറക്കരുത്. എന്നാണ് മുടക്ക്? 1942 പാത്രിക്കീസ് ബാവ മുടക്കി. ചെയ്ത തെറ്റ് കാതോലിക്കേറ്റിനെ അംഗീകരിച്ചതാണ് അദ്ദേഹത്തിൻ്റെ തെറ്റ്. അതിനാണ് മുടക്കിയത്. 64 മുടക്ക് തീർത്ത് വാഴിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഔഗേൻ തിരുമേനി കാതോലിക്കേറ്റിലേക്ക് കടന്നു ചെന്നപ്പോൾ കാതോലിക്കേറ്റിലുള്ള ഒരു മെത്രാപ്പൊലീത്തയായിട്ട് കണ്ടനാട് ഭദ്രാസനം വഹിക്കുകയാണ്. 58 പാത്രിക്കീസ് ബാവ സ്വീകരിക്കുന്നത് കാതോലിക്കായെയും അദ്ദേഹത്തിന് കീഴിലുള്ള സകല മെത്രാച്ചന്മാരെയും വൈദികരെയും ഐമേനികളെയും അതാത് സ്ഥാനത്ത് തന്നെ സ്വീകരിച്ചാക്കുകയാണ്. അപ്പോൾ ഔഗേൻ തിരുമേനിക്ക് എന്ത് സംഭവിച്ചു? അദ്ദേഹത്തെ പാത്രിക്കീസ് ബാവ സ്വീകരിച്ചു. 42 കൊടുത്ത മുടക്ക് തീർച്ചുപോയി. ആ മുടക്കില്ല. പിന്നെ ഇനി തന്നെയല്ല, മുടക്ക് തീർക്കുന്നതിനൊരു ശുശ്രൂഷയുണ്ടോ? മുടക്ക് തീർത്ത് വാഴിക്കുന്നെങ്കിൽ അങ്ങനെ ഒരു ശുശ്രൂഷ വേണ്ടേ? സസ്പെൻഡ് ചെയ്തൊരു കൽപ്പന ഇട്ടാൽ അതിന് സസ്പെൻഷൻ പിൻവലിച്ച് കൽപ്പന വരുമ്പോൾ തീർന്നില്ല കാര്യം. അപ്പൊ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ പറ്റിക്കുകയാണ്. അങ്ങനെ ഓരോന്നും പറ്റിപ്പാണ്. ഒരു സത്യം ഞാൻ അവസാനം ഞാൻ പറഞ്ഞു നിർത്തുകയെന്ന്. ഇത്രയും പറഞ്ഞിട്ട് നമുക്കിനി വേറെ സമയമാക്കാം പോരെ? എനിക്ക് പറയാനുള്ളത്, നിങ്ങളോടും പറയാനുള്ളത്, ഈ കേൾക്കുന്ന പാത്രിക്കീസ് വിഭാഗത്തിലെ എൻ്റെ സഹോദരന്മാരെ എനിക്കോട് പറയാനുള്ളത്, ഞാൻ ജനിച്ചത് യാക്കോബായ വിഭാഗത്തിലാണ്. യാക്കോബായ വിഭാഗത്തിന് ഒരു സത്യം പറയാനുണ്ടെങ്കിൽ അത് മതി, ഞാൻ യാക്കോബായി ചേരാം.
ഒരൊറ്റ സത്യം, ഒരേ ഒരു സത്യം മതി. ഞാൻ യാക്കോബായ പക്ഷത്തേക്ക് മാറിക്കോളാം, ഓർത്തഡോക്സ് സഭ വിടാം. എന്താണ് അങ്ങനെ പറയാൻ കാരണം? സത്യം പറയാൻ അവർക്ക് ഒരിക്കലും കഴിയില്ല. സത്യം പറഞ്ഞു പോയാൽ കേസ് തോക്കും. സത്യം പറഞ്ഞാൽ കേസ് അപ്പോഴേ തോക്കും. ഓർത്തഡോക്സ് പക്ഷവും അങ്ങനെ തന്നെയാണ്. ഒരു കള്ളം പറഞ്ഞ കേസ് തോറ്റു. ഓർത്തഡോക്സ് പക്ഷം ഒരു കള്ളം പറഞ്ഞാൽ കേസ് നോക്കും. കാത്തലിക് പക്ഷം ഒരു സത്യം പറഞ്ഞാൽ അവർ കേസ് നോക്കും. ഒരു കള്ളം നമ്മൾ അങ്ങനെ പറഞ്ഞു, നമ്മൾ 30% ഉണ്ട് മുളം നിർത്തിയിരുന്ന് അനുഭവിച്ചില്ലേ കുറെ കാലം. പറയേണ്ട ഇത് എണ്ണത്തിന്റെ പ്രശ്നമല്ല. ആവശ്യമില്ലാത്തൊരു വാദഗതി ഉണ്ടെന്നു. എൻ്റെ ഇടവക പള്ളിയിൽ കക്ഷി തിരിയുമ്പോൾ ഞാൻ ഒറ്റയ്ക്കൊരു മനുഷ്യനുണ്ടായുള്ളൂ. ഇന്ന് 160 വീടായി. ഞാൻ ഈ സത്യം വരെ പഠിപ്പിച്ചു, അവർക്ക് ബോധ്യമായി. പഠിപ്പിക്കുന്ന ഒരു സഭയായിരിക്കണം നമ്മൾ. നിങ്ങൾ യുവാക്കന്മാർ ഈ സത്യം അറിയാൻ ഇത്രയും താല്പര്യം കാണുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് എന്തു ചെയ്യാനും നിങ്ങൾ പറയുന്നത് എന്നാലാവുന്ന എന്തു ചെയ്തു തരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എൻ്റെ ഈ ഇത്രയും സമയം ചെലവഴിച്ചപ്പോൾ എന്തോ ഒരു ആത്മസംതൃപ്തി മനസ്സിൽ തോന്നുന്നു. ഞാൻ അസത്യത്തിലാണ് ജനിച്ചെങ്കിലും എന്നെ ദൈവം സത്യത്തിലേക്ക് വഴി നടത്തി കൊണ്ടുവന്നു. വീഴ്ചകളും പോരായ്മകളും എല്ലാവരിലും ഉണ്ടാവും, കുറവുകൾ എല്ലാവരിലും ഉണ്ടാവും. ആ കുറവുകളൊന്നും ഒരു സഭയുടെ വളർച്ചയ്ക്കോ അതിൻ്റെ ഉയർച്ചയ്ക്കോ അതിൻ്റെ നിലനിൽപ്പിനോ തടസ്സമാകാൻ പാടില്ല. അതുകൊണ്ട് സത്യം മനസ്സിലാക്കാൻ അന്വേഷണം കൊതുകുകളായിരിക്കുക നമ്മൾ. കാര്യങ്ങൾ, വസ്തുതകൾ ശരിക്കും മനസ്സിലാക്കുക, പഠിക്കുക, കൂട്ടുകാരെ അത് ബോധ്യപ്പെടുത്താൻ ആവുന്നത്ര ശ്രമിക്കുക. എനിക്കൊരു മെച്ചമുണ്ട്, മറ്റേ വിഭാഗത്തിൽപ്പെട്ട ഒറ്റ ആൾ എൻ്റെ അടുത്തേക്ക് വരില്ല. അതാണ് ഇൻസ്ട്രക്ഷൻ. ഇടയനാലച്ചൻ്റെ കാറ്റ് ഏൽക്കുന്നിടത്ത് പോലും നിലനിൽക്കരുത്. അതാണോ പറയേണ്ടത്? സത്യം എന്തെന്ന് അന്വേഷിക്കുക, പഠിക്കുക, സത്യം സ്വീകരിക്കുക. അറിയരുത്, കേൾക്കരുത് എന്ന പഠിപ്പിക്കൽ എത്ര മ്ലേച്ഛമാണ്. ഒത്തിരി സന്തോഷം വെച്ചാൽ, കാരണം അച്ഛൻ്റെ വാക്കുകൾ വളരെ ഞങ്ങൾക്ക് സത്യം ഈ അനുഭവിച്ചറിഞ്ഞ ആളിൽ നമ്മൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി പുസ്തകം വായിച്ചറിയുന്നതോ അല്ലെങ്കിൽ അത് കേട്ടറിഞ്ഞു. തോമസ് ലീഹ് പറഞ്ഞ പോലെ തന്നെ എനിക്ക് ക്രിസ്തുവിനെ തൊട്ടറിയണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു തൊട്ടറിവായിരുന്നു അച്ഛൻ്റെ ഈ സംഭാഷണങ്ങൾ. കാരണം അച്ഛൻ അനുഭവിച്ചതും കൺമുമ്പിൽ കണ്ടതും. ഇപ്പൊ ഔഗേൻ ബാവ അനുഭവിച്ച കഷ്ടതകൾ ഒത്തിരിയുണ്ട്. സന്തോഷമേ ഉള്ളൂ. കാരണം എൻ്റെ കർത്താവും എൻ്റെ ശിഷ്യന്മാരും ഒക്കെ പിതാക്കന്മാരും അനുഭവിച്ച കഷ്ടത ചോദിക്കുമ്പോൾ ഇടയനാലച്ചനും ഒന്നും അനുഭവിച്ചില്ല. ഒന്നും. കുറെ ചീത്ത കേട്ടു, അതിപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഒത്തിരി സന്തോഷം അച്ഛൻ. അച്ഛൻ്റെ വാക്കുകൾക്ക് നന്ദി. ഏതാണ്ട് നമ്മൾ 8:30 തീർക്കണമെന്നാണ് ചിന്തിച്ചത്, പക്ഷെ അച്ഛൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് ഇന്ററപ്റ്റ് ചെയ്യാനും തോന്നിയില്ല. ഏതായാലും വളരെ ഭംഗിയായ രീതിയിൽ അച്ഛൻ പ്രസന്റ് ചെയ്തു. ഞങ്ങളുടെ ഈ ഇത് കേൾക്കുന്ന ഏതാണ്ട് ഇപ്പൊ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഏതാണ്ട് 300ഓളം പേര് ആ ലൈവ് കാണുന്നുണ്ട്. ഫേസ്ബുക്കിലും ഏതാണ്ട് അത്രയും തന്നെ ആളുകൾ കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇതിനകത്ത് ലിങ്കിനകത്തും കുറെ പേരൊക്കെ ഉണ്ട്. അപ്പം കുറെ നല്ലൊരു ആളുകളിലേക്ക് ഈ മെസ്സേജ് എത്തിയിട്ടുണ്ട്, ലൈവായിട്ടുണ്ട്. അപ്പൊ അതിന് മുൻകൈ എടുത്തതായ അച്ഛനെ ക്ഷമിക്കണം. ഞാൻ ഈ ഭരണഘടനയിലെ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു വലിയ തെറ്റായൊരു ധാരണയുണ്ട്. ഭരണഘടനയുടെ 1-ാമത്തെ ക്ലോസിൽ അന്ത്യോക്യ പാത്രിക്കീസാണ് മലങ്കര സഭയുടെ അധികാരി എന്ന് എഴുതിയിരിക്കുന്നു എന്ന പ്രചരണം നിങ്ങൾ കേൾക്കാറില്ലേ? തീർച്ചയായിട്ടും എപ്പോഴും കേൾക്കാറുണ്ട്. ഭരണഘടന കയ്യിലുണ്ടോ? ഉണ്ടച്ചാ, കസ്റ്റഡി കാണും. അങ്ങനെ ഉണ്ടോ എന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടോ? അങ്ങനെ ഇല്ല എന്ന് അച്ഛന്റെ തന്നെ പ്രസംഗം നമുക്കറിയാം. എന്നാലും അച്ഛൻ ആ ഭാഗം ഒന്ന് വ്യക്തമാക്കി നമുക്കത് പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാം. ഞാൻ വളരെ ബഹുമാനിക്കുന്ന മൂവാറ്റുപുഴയിലെ അത്താനാസിസ് തിരുമനസ്സുകൊണ്ട് ഓർത്തഡോക്സ് പക്ഷത്തേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൻ്റെ പേര് ഇത് വിശ്വാസത്തിൻ്റെ കാര്യം എന്നാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം ഈ 1-ാമത്തെ ക്ലോസ് എഴുതിയിട്ടുണ്ട്. അന്ന് അദ്ദേഹം യാക്കോബായ വിഭാഗത്തിലായിരുന്നു. എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ആ വാക്യം ഇങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നത് ആ പുസ്തകത്തിൽ. മലങ്കര സഭ
ആഗമാന സുറിയാനി സഭയുടെ ഒരു ഭാഗവും ആഗമാന സുറിയാനി സഭയുടെ തലവൻ അന്ത്യോക്യ പാത്രിക്കീസുമാകുന്നു. ഭരണനുണ്ടെന്ന് മോനും പറഞ്ഞല്ലോ. ഇതല്ലേ ആ വാക്യം? അവിടെയാണ് വായിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നത്. കാരണം ഭരണഘടനയിൽ അങ്ങനെയില്ല. ഇനിയെങ്കിലും ഒന്ന് എടുത്ത് നോക്കണം. എന്നെ കേൾക്കുന്ന എല്ലാ ആളുകളും ദയവായി ഭരണഘടന ഒന്ന് എടുത്ത് നോക്കണം. ആഗമാന സഭ എന്നൊരു സഭയില്ല ആകാശത്തിന് കീഴിൽ. അങ്ങനെ ഒരു സഭയുണ്ടോ? ആഗമാന സഭ, കണ്ടമാന സഭ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സഭയുണ്ടോ? അങ്ങനൊരു സഭയില്ല. ഭരണഘടന സഭ, മലങ്കര സഭ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ആദ്യത്തെ 2 ക്ലോസുകൾ. 2 ക്ലോസ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ആ വാക്യം ശരിക്കുള്ളത് പറയാം. മലങ്കര സഭ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു വിഭാഗവും ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ അന്ത്യോക്യ പാത്രിക്കീസുമാകുന്നു എന്നാണ്. വീണ്ടും മലങ്കര സഭ ഹൈഫൺ മലങ്കര സഭ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതും പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്നതും പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ കാതോലിക്കയുമാകുന്നു. ഈ 2 വാചകങ്ങളിലാണ് ഈ സഭ എന്താണ് എന്ന ഡെഫിനിഷൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ പ്രധാനമായി 5 കാര്യങ്ങളുണ്ട്. 1, മലങ്കര സഭ മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ചതാണ്. 2, അത് ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ വിഭാഗമാണ്. 3, ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ അന്ത്യോക്യ പാത്രിക്കീസ് ബാവയാണ്. 4, മലങ്കര സഭ ഉൾപ്പെട്ടിരിക്കുന്നത് പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയിലാണ്. 5, പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ കാതോലിക്കയാണ്. ഇത്രയും 5 കാര്യങ്ങൾ ആ 2 ക്ലോസിൽ അടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ വിഭാഗമാണെന്ന് പറഞ്ഞില്ലേ, പാവം ഭരണഘടനയിൽ ഒരു കുത്തിനും കോമയ്ക്കും പോലും വിലയുണ്ട് മക്കളെ. വിഭാഗവും ഭാഗവും ഒന്നല്ല. ഭാഗം എന്നുള്ളത് ഇംഗ്ലീഷ് എന്ത് പറയും? പാർട്ട്. വിഭാഗത്തിനോ ഇംഗ്ലീഷ് വാക്കെന്താ? ഡിവിഷൻ. സ്റ്റാൻഡേർഡ് 7 A ഡിവിഷൻ, B ഡിവിഷൻ. 2 7ാം ക്ലാസ്സാണ്. പക്ഷെ 2 2 ക്ലാസ്സാണ്. ഒന്ന് A ഡിവിഷൻ, A പാർട്ട് B പാർട്ടും അല്ല. A ഡിവിഷൻ, B ഡിവിഷൻ. അന്ത്യോക്യ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണം. ഓർത്തഡോക്സ് സുറിയാനി സഭ, അന്ത്യോക്യൻ ഓർത്തഡോക്സ് സുറിയാനി സഭ, സിറിയൻ ഓർത്തഡോക്സ് സുറിയാനി സഭ, സിറിയയിലെ ഓർത്തഡോക്സ് സഭ. മലങ്കര ഓർത്തഡോക്സ് സഭ, മലങ്കരയിലെ ഓർത്തഡോക്സ് സഭ. സിറിയയിലെ ഓർത്തഡോക്സ് സഭയുടെ തലവൻ അന്ത്യോക്യ പാത്രിക്കീസ് ബാവ. മലങ്കരയിലെ ഓർത്തഡോക്സ് സഭയുടെ തലവൻ പൗരസ്ത്യ കാതോലിക്ക. 2 പേരും ഒരു സഭയിലെ ജ്യേഷ്ഠാനിയന്മാരാണ്. 2 ഒരു കുടുംബമാണ്, ഒരേ സഭയാണ്. സിലബസ് 1, ടൈം ടേബിൾ 1, പ്രാർത്ഥന 1. 2 ക്ലാസ് ടീച്ചേഴ്സ് അത് കൈകാര്യം ചെയ്യുന്നു. ഇത്ര ഇനി എന്ത് ഉദാഹരണം വേണ്ടത് എനിക്കറിയാൻ പാടില്ല. ഏറ്റവും സിമ്പിളായിട്ട് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ മലങ്കര സഭ ഓർത്തഡോക്സ് അന്ത്യോക്യൻ സഭയുടെ ഭാഗമല്ല, വിഭാഗമാണ്. ഇനി വേറൊരു കാര്യം, യാക്കോബായക്കാർ പറയും അവർ അന്ത്യോക്യ സഭയുടെ ആഗമാന സഭയുടെ ഭാഗമാണ്. സമ്മതിക്കാം. അന്ത്യോക്യ പാത്രിക്കീസ് ബാവ യാക്കോബായ പാത്രിക്കീസ് എഴുതിയിരിക്കുന്നതോ പറയുന്നതോ പ്രയോഗിക്കുന്നതായ ഒരു വാക്ക് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെയില്ല. അന്ത്യോക്യൻ യാക്കോബായ പാത്രിക്കീസ് ഉണ്ടോ? ഇല്ല, എവിടെയില്ല. അദ്ദേഹത്തെ എങ്ങനെയാണ് വിളിക്കുന്നത്? സിറിയൻ ഓർത്തഡോക്സ് പേട്രിയാർക്ക്. ഇതാണ് പറയുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് യൂണിവേഴ്സൽ ഹെഡ് എന്നൊക്കെ ചേർത്തിട്ടുണ്ട്. ആഗമാനം യൂണിവേഴ്സൽ ഹെഡായി. ആഗമാനത്തിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത് വേറെ കാര്യം, പോട്ടെ. ഒരു പൗരാണിക സഭ ഇങ്ങനെ ഗതികേട് അനുഭവിക്കേണ്ടി വന്നല്ലോ, നമുക്കും വേദനിക്കാം. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞ കുടുംബ ബന്ധം പോലെ തന്നെ ഈ 2 കാര്യം മനസ്സിലാക്കണം. അന്ത്യോക്യൻ സഭയുടെ ബ്രാഞ്ചോ ഓഫ് ഷൂട്ടോ അല്ല മലങ്കര സഭ.
ദിസ് ഈസ് അൻ ഇൻഡിപെൻഡൻസ്. ഇത് മർത്തോമാ സ്ഥാപിച്ച സഭയാണ്. കുറേ കാലത്തോളം പാത്രിക്കീസ് ബാവ നമ്മുടെ മേലധികാരിയായിരുന്നു. നമ്മൾ നന്ദിയോടെ ഓർക്കുന്നു. ഇന്നും അദ്ദേഹത്തെ ആദരിക്കാൻ നമ്മൾ തയ്യാറാണ്. തുവതേനിൽ നമ്മൾ പേരോർക്കുന്നു. നമ്മൾ പാത്രിക്കീസിനെ വിട്ട് കളഞ്ഞിട്ടില്ല. കാരണം സെയിം സഭയിലെ ഭരണാധികാരിയാണ് അദ്ദേഹം. ഇനി അടുത്തൊരു കാര്യം, ചെറിയ ആഗമാന സഭയാണെങ്കിൽ, ശരിയായുള്ള ഈ സഭ ആഗമാന സഭയാണെങ്കിലേ ആഗമാന സഭയുടെ തലവനെ എവിടെ നിന്ന് തിരഞ്ഞെടുക്കണം? സഭയ്ക്കുള്ളിയും തിരഞ്ഞെടുക്കണം. ആഗമാന സഭയിൽ നിന്ന് തിരഞ്ഞെടുക്കണം. ന്യായമല്ലേ? അതെ. മാർപ്പാപ്പ ആഗമാന കത്തോലിക്ക സഭയുടെ തലവനാണ്. അദ്ദേഹത്തെ എവിടെ നിന്ന് തിരഞ്ഞെടുക്കുന്നത്? ആഗമാന കത്തോലിക്ക സഭ. ഏതൊരു കത്തോലിക്ക സഭ അംഗത്തിനും മാർപ്പാപ്പയാകാം, തിരഞ്ഞെടുക്കപ്പെട്ടാൽ മതി. ഏത് രാജ്യക്കാരനാവാം. നമുക്ക് സ്ഥാനാർത്ഥിയായിട്ട് സിറിയയിലെ പാത്രിക സ്ഥാനത്തേക്ക് മത്സരിക്കാനാവോ? ഇല്ല. ഇല്ല. അദ്ദേഹത്തിനൂടെ കാതോലിക്കായിട്ട് മത്സരിക്കാനാവോ? അതുമില്ല. ഇല്ല. അതിന്റെ അർത്ഥം എന്താ? ഭാഗവും ശരിയല്ല. രണ്ടും രണ്ട് ഡിവിഷനാണ്. നമുക്ക് വോട്ടവകാശമില്ല, സ്ഥാനാർത്ഥിയില്ല. സിറിയാക്കാര് തെരഞ്ഞെടുക്കുന്നവനെ നമ്മൾ അനുസരിച്ചു കൊള്ളണം. നമ്മളെ മുടക്കും, നമ്മളെ മാറ്റും, നമ്മളെ ഭരിക്കും. എന്തൊരു ന്യായമാണ് ഇത്! ഏത് വിധത്തിലായി യോജിക്കുന്നത്? ഞാൻ നേരം വിളിക്കുന്നവരെയും പറഞ്ഞു പോകും. എന്റെ ആവേശം ഞങ്ങൾക്ക് എപ്പോഴും ഊർജ്ജമാണ്. നമുക്ക് തൽക്കാലം നിർത്താം. ഇനി ഇങ്ങനെ കൂടിക്കാണാൻ അവസരം ഉണ്ടാവുമോ? തീർച്ചയായിട്ടും അച്ഛാ. നമ്മളിത് സ്റ്റാർട്ടിങ് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ സംശയങ്ങൾ ചോദിച്ചാൽ എനിക്ക് അറിയാവുന്ന ഒരു ഉത്തരം തരാം. അതെ അച്ഛാ, ഒരു ചെറിയ കാര്യമാണ്. ചോദിച്ചോ. പണ്ട് മെത്രാൻ കക്ഷിയും ബാവാ കക്ഷിയും ഉണ്ടായിരുന്നു. പാത്രിക്കീസ് ബാവായി അനുകൂലിക്കുന്നവര് ബാവാ കക്ഷിയെന്നും മലങ്കര മെത്രാപ്പോലിത്തായി അംഗീകരിക്കുന്നവര് മെത്രാൻ കക്ഷിയെന്നുമായിരുന്നു. അങ്ങനെയാണ് രണ്ട് കക്ഷികൾ ഉണ്ടായത്, മെത്രാൻ കക്ഷിയും ബാവാ കക്ഷിയും. എന്നാൽ ഇന്ന് വിഘടിത വിഭാഗം അംഗങ്ങള് മലങ്കര മെത്രാപ്പൊലിത്ത സ്ഥാനത്തെ അങ്ങ് എടുത്തണിയുന്നതായിട്ട് നമ്മൾ കണ്ടു. ഇപ്പൊ വാസ്തവത്തില് ആരാണ് ഇപ്പോൾ മെത്രാൻ കക്ഷിയെന്നും ആരാണ് പഴയ ബാവാ കക്ഷിയെന്നും അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റി അച്ഛന്റെ എളിയ അഭിപ്രായം പറഞ്ഞാൽ നമുക്ക് ഇതങ്ങ് അവസാനിപ്പിക്കും. ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ഉണ്ടെന്ന് നമുക്കറിയാം. അതെ, ഡ്യൂപ്ലിക്കേറ്റ് എപ്പോഴും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടിരിക്കും. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞല്ലോ, നമ്മുടെ കാലം ചെയ്ത പൗലോസ് കാതോലിക്കയെ സംബന്ധിച്ച് കുന്നംകുളത്ത് ഡ്യൂപ്ലിക്കേറ്റ് കുന്നംകുളത്ത് സ്പെഷ്യാലിറ്റിയാണ് എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് കാതോലിക്കയാണെന്ന് അദ്ദേഹത്തെ കളിയാക്കി വിളിച്ചതാണ് ഇപ്പോഴത്തെ ഈ മലങ്കര മെത്രാപ്പൊലീത്ത. അദ്ദേഹം ഇപ്പോൾ ഈ സ്ഥാനമാനങ്ങളൊക്കെ എടുത്ത് അണിയുകയാണ്. ആ പിളർന്നത് കൊണ്ട് കുറേ പേർക്ക് മെത്രാനാകാൻ പറ്റി, ഇപ്പോൾ ഒരു കാതോലിക്കാകാൻ പറ്റി. ഇനിയും പിളർന്നാലും വേറെ കാതോലിക്ക ഉണ്ടാകാം. സ്ഥാനമാനങ്ങൾ അങ്ങനെ എളുപ്പത്തിൽ കിട്ടും. ഞാൻ അദ്ദേഹത്തെ ആ സ്ഥാനത്തേക്ക് അദ്ദേഹം സ്വന്തമായി അവകാശപ്പെടുന്നതിനെ കുറിച്ച് നമുക്ക് എന്ത് പറയാന്? ആഗമാനത്തിൻ്റെ ഈ കാലം ചെയ്തു പോയ ആദ്യത്തെ ശ്രേഷ്ഠഭാവ പൗലോസ് പീലക്സിന് തിരുമേനി, അദ്ദേഹം ഒരിക്കലും യാക്കോബായ സഭയെന്ന് ഉപയോഗിക്കില്ല. അദ്ദേഹത്തിൻ്റെ ലെറ്റർ നിങ്ങൾ കണ്ടുണ്ടോ? യാക്കോബായ സഭയെന്ന് ഉപയോഗിക്കില്ല. തോമസ് പ്രഥമൻ യാക്കോബായ എന്ന് മാത്രമേ ഉപയോഗിക്കുള്ളൂ, ഓർത്തഡോക്സ് ചേർക്കൂല. ഓർത്തഡോക്സുകാർ മുടക്കപ്പെട്ടവരാണല്ലോ. അതെ. അന്ത്യോക്യ പാത്രിക്കീസ് ബാവ സിറിയൻ ഓർത്തഡോക്സ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. പൗലോസ് കാതോലിക്ക ബാവ ഉപയോഗിച്ചിരുന്നത് മലങ്കര യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭ. രണ്ടും. എന്നിട്ട് ബ്രാക്കറ്റിൽ ഇത്രയൊക്കെ എഴുതിയിട്ടും പുള്ളിക്ക് തൃപ്തിയായില്ല. അണ്ടർ ദ ഹോളി സീ ഓഫ് അന്ത്യോക്ക് ആൻഡ് ഓൾ ദ ഈസ്റ്റ്. ആഗമാനത്തിന്റെ കീഴിൽ ബ്രാക്കറ്റിൽ ചേർത്തേക്കുക. ഇങ്ങനെ ഒരു സഭയുണ്ടെങ്കിൽ അത് അന്ത്യോക്യ പാത്രികത്തിന്റെ കീഴിലല്ലേ? ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ബ്രാക്കറ്റിൽ എഴുതി വെക്കണോ? അതിനൊരു ഉദാഹരണമാണ്. ആശുപത്രിയിൽ പ്രസവ വാർഡിൻ്റെ അവിടെ സ്ത്രീകൾക്ക് മാത്രമൊന്നും എഴുതി വെക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം പ്രസവ വാർഡ് സ്ത്രീകൾക്കുള്ളതാണ്. അതെ. അതുപോലെ എഴുതി ഒരു സ്ഥലത്തും നിയമാനുസൃതമായി അവർക്ക് അവകാശം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഗുണ്ടായുസം മാത്രമേ ഉള്ളൂ. ഇപ്പോഴും പിരിച്ചു കിട്ടിയ കാശ് മുഴുവൻ കൈക്കൂലിയായിട്ടും കേസിനായിട്ട് കൊടുത്തുപോയി. കണക്കില്ലാത്ത ഒരു സഭ, ഒരു കണക്കുമില്ല. കണക്കില്ല. ട്രസ്റ്റാ. കോടതിയിൽ ചെന്ന് പറഞ്ഞു കണക്കില്ല, കണക്ക് ബുക്കുമില്ല.
അല്ല അച്ഛാ, 3000 എത്ര രൂപയുടെ ഒരു കണക്ക് അത് കാണിച്ചിട്ടുണ്ട്. പിന്നീട് വന്ന ആ കൊല്ലത്തെ. ആ ഇതിന് അത് അതിന്റെ ഒരു മെത്രാപ്പൊലീത്തയായിട്ട് മലങ്കര മെത്രാപ്പൊലീത്തയാണ് അദ്ദേഹം വാഴട്ടെ ഈ സഭയുടെ. അതെ. അപ്പോ ഏതായാലും നമുക്ക് അവസാനിപ്പിക്കാം. 9 മണി കഴിഞ്ഞു. 8:30 തീർക്കണം എന്നാണ് എന്നോട് ആദ്യം പറഞ്ഞു തരുന്നത്. എന്നാൽ അച്ഛന്റെ ആ ഒരു ആവേശജലമായ വാക്കുകൾ കൊണ്ട് എനിക്ക് നിർത്താനും ഇന്ററപ്റ്റ് ചെയ്യാൻ തോന്നാത്തത് വലിയൊരു കാര്യം. എന്തായാലും അച്ഛനെ വളരെ നന്ദിയോടെ ഞങ്ങൾ സ്മരിക്കുകയാണ്. കാരണം ഈ അച്ഛൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ അനുഭവങ്ങളിൽ നിന്ന് പറയുന്നത് ഞങ്ങൾക്ക് ആ അച്ഛന്റെ എസൻസ് കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട്. ഞാൻ യാക്കോബായ വിഭാഗത്തിലായതുകൊണ്ട് ശരിക്കും അന്വേഷിച്ച് 2 കൊല്ലം എടുത്ത് പഠിച്ചിട്ടാ മാറിയത്. അതെ. പെട്ടെന്ന് അവര് ഇപ്പൊ പുതിയ ആൾക്കാരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാല് അച്ഛൻ അവർക്ക് വേണ്ടി പെട്ടിട്ട് കൂറുമാറിയ ഒരാളാണല്ലോ അല്ലെ? അതെ, കാലുമാറിയവൻ എന്നെ വിളിക്കുന്നത്. ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അല്ല, ശരിയുമല്ലേ, ഞാൻ കാലുമാറിയല്ലോ. പക്ഷെ ഞാൻ കാലുമാറിയപ്പോ ഇപ്പൊ എന്നെ കാലുമാറിയവൻ എന്ന് വിളിക്കുന്നവന്റെ എല്ലാം തന്തമാരുടെ കൂടെയാണ് കാലുമാറിയത്. അതെ, അവര് വീണ്ടും ഒന്നോടെ തിരിച്ച് മറിഞ്ഞു മാറിയല്ലോ. അതെ, 58-ൽ ഇപ്പോൾ എന്നെ കാലുമാറിയവൻ എന്ന് വിളിക്കുന്ന ആ തലമുറയുടെ പിതാക്കന്മാരുടെ കൂടെയാണ് പാത്രിക്കീസ് ബാവായി ഒരുമിച്ച് കാതോലിക്കേസിലേക്ക് 58-ൽ കാലുമാറിയത്. കാലുമാറി, തോറ്റ് തുന്നമ്പാടി നിവൃത്തിയില്ലാതെ കാലുമാറി എന്നുള്ള സത്യം ഞാൻ സമ്മതിക്കുന്നു. ഞാൻ അങ്ങനെ ഒരു പ്രാവശ്യം കാലുമാറിയവനാണ്. ഇവരെങ്ങനെയുള്ളവരാ? 58-ൽ അവരെല്ലാവരും കാലുമാറി. 74 തിരിച്ച് ഒന്നുകൂടെ കാലുമാറി വീണ്ടും. അപ്പൊ എത്ര പ്രാവശ്യം അവർ കാലുമാറി? 2 മാർക്കായി. എന്നിട്ട് ഒരു പ്രാവശ്യം കാലുമാറി എന്നെ കാലുമാറി എന്ന് വിളിക്കുന്നു. ഇനി ഒരു സേവേറിയൂസ് തിരുമേനിയുണ്ട് അവരുടെ കൂടെ. അദ്ദേഹവും ഞാനും ഒക്കെ ഞങ്ങൾ കൂട്ടുകാരായിരുന്നു. 58-ൽ ഞങ്ങൾ ഒരുമിച്ച് കാലുമാറിയവരാണ്. അദ്ദേഹം 74-ൽ തിരിച്ച് ഒന്ന് കാലുമാറി. പിന്നെ 90 കാലങ്ങളിൽ സുപ്രീം കോടതി വിധിയെ കഴിഞ്ഞപ്പോൾ ഒന്ന് ഇങ്ങോട്ട് കാലുമാറി. കുറെ കഴിഞ്ഞപ്പോൾ വീണ്ടും അങ്ങോട്ട് കാലുമാറി. അപ്പൊ അദ്ദേഹത്തെ പ്രാവശ്യം കാലുമാറി 4 പ്രാവശ്യം. അദ്ദേഹത്തെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഇവരാണ് എന്നെ കാലുമാറിയവൻ എന്ന് വിളിക്കുന്നത്. പോരെ? അതെ. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം. എന്തായാലും അച്ഛന്റെ വാക്കുകൾക്ക് ഒരിക്കൽ കൂടെ നന്ദി പറയുകയാണ്. ഈ പ്രോഗ്രാമിൽ ആദ്യോടന്തം കേട്ടിരുന്ന ഏതാണ്ട് 300ഓളം പേര് എനിക്കിപ്പോ എന്റെ കയ്യിലുള്ള ചാനൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുന്നു. നമ്മൾ കേട്ടതായ വാക്കുകൾ ഉൾക്കൊള്ളുക, അത് വീണ്ടും പ്രചരിപ്പിക്കുക. അച്ഛൻ ഞങ്ങൾ വീണ്ടും ബുദ്ധിമുട്ടിക്കും ഇനി വരും ആഴ്ചകളിലൊക്കെ. അപ്പൊ എന്നെ ബുദ്ധിമുട്ടിക്കണം, എന്നെ കൊണ്ടാവുന്നതെല്ലാം ചെയ്യാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതെ, തീർച്ചയായിട്ടും അച്ഛൻ. അപ്പൊ ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരു ഗുഡ് നൈറ്റ് നേർന്നുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം തൽക്കാലത്തേക്ക് വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു അച്ഛൻ.